നമുക്ക് ഉയർത്തി പാടാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാലയും മാലയും ഹല്ലേലൂയ, நான் விடும் சுவாசமே ஹல்லேலூயா. காலையும் மாலையும் ஹல்லேலூயா, நான் விடும் சுவாசமே ஹல்லேலூயா. நான் சோர்ந்து போனது என் பலனாக மாறும், நான் சறுக்கலற்று போது என் ஆத்துமாவு பாடும். நான் சோர்ந்த போகும் போது என் பலனாக மாறும், நான் சறுக்கலற்ற நேரம் என் ஆத்துமாவு பாடும். ஹல்லேலூயா, 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 ஹல்லேலூயா. என் உயர்விலும் என் தாழ்விலும் என் ஆத்துமா பாடும். ஹல்லேலூயா. என் உயர்விலும் என் தாழ்விலும் என் ஆத்துமா பாடும். ஹல்லேலூயா. என் உயர்விலும் என் தாழ்விலும் என் ஆத்துமா பாடும். ഹല്ലേലൂയ. ഈ പകൽ അങ്ങനെ ഒന്ന് സംഭവിക്കും. ചിലരുടെ വേഗത വർദ്ധിക്കാൻ പോവുകയാണ്. കാരണം പലപ്പോഴും ചിന്തിച്ചു എൻ്റെ കൂടെ യേശുവില്ല, എൻ്റെ കൂടെ ആരുമില്ല എന്ന്. പക്ഷേ നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടാൻ പോവുകയാണ്. ഈ ഞായറാഴ്ച നമ്മുടെ കണ്ണ് തുറക്കപ്പെടാൻ പോവുകയാണ്. ഈ ഞായറാഴ്ച ഞങ്ങളുടെ റെവലേഷൻ നോളജ് തുറക്കപ്പെടാൻ പോവുകയാണ്. ഈ ഞായറാഴ്ച കർത്താവിനെ കാണുവാനുള്ള ആത്മ കണ്ണ് തുറക്കപ്പെടാൻ പോവുകയാണ്. മണിക്കൂറുകളെടുത്ത് ഇഴഞ്ഞ് സഞ്ചരിച്ചെടുത്ത് വേഗത നീങ്ങാൻ. കന്മലൈ ഉച്ചിയിൽ ഹല്ലേലൂയാ, ആഴിയൻ വിളുമ്പിലും ഹല്ലേലൂയാ. കന്മലൈ ഉച്ചിയിൽ ഹല്ലേലൂയാ, ആഴിയും വിളുമ്പിലും ഹല്ലേലൂയാ. நான் உயரப் போகும்போது என் வெற்றி கீதமாகும். நான் தாழ நிற்கும் போது என்னை தேற்றும் கீதமாகும். நான் உயரப் போகும்போது என் வெற்றி கீதமாகும். நான் தாழ நிற்கும் போது என்னை தேற்றும் கீதமாகும். கரமுயர்த்தி ஹல்லேலூயா, 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 Lord, ஹல்லேலூயா. നന്നായി കർത്താവിന് ആരാധന കൊടുക്കും. ഓ ഹല്ലേലൂയ,
ഹല്ലേലൂയ. എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും ഹല്ലേലൂയ. എന്റെ ഉയർച്ചയിലും എന്റെ താഴ്ചയിലും എന്റെ ആത്മാവ് പാടും കർത്താവേ അങ്ങേക്ക് സ്തുതി, കർത്താവേ അങ്ങേക്ക് സ്തുതി, യഹോവയെ അങ്ങേക്ക് സ്തുതി, യാവേ അങ്ങേക്ക് സ്തുതി, എന്റെ ദൈവമേ അങ്ങേക്ക് സ്തുതി. എൻ ഉയർവിലും എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും ഹല്ലേലൂയ. എൻ ഉയർവിലും എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും ഹല്ലേലൂയ. എൻ ഉയർവിലും എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും ഹല്ലേലൂയ. രാവിലെ ആയാലും സന്ധ്യയായാലും പ്രഭാതമായാലും എനിക്ക് എപ്പോഴും കർത്താവിന്റെ സ്തുതിയേ ഉള്ളൂ. പറയാമോ, കർത്താവേ അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് ആരാധന. ഞാൻ തകർന്നു പോകുമ്പോൾ, ഞാൻ തളർന്നു പോകുമ്പോൾ എൻ്റെ ബലമായി മാറുന്നത് അങ്ങാണ്. ഞാൻ തകർന്നു പോകുമ്പോൾ, ഞാൻ ഇല്ലാതെ പോകുമ്പോൾ, ഞാൻ ബലം ക്ഷയിച്ചു പോകുമ്പോൾ കർത്താവേ അപ്പോഴും എൻ്റെ ആത്മാവ് പാടുന്നത് അങ്ങേക്ക് സ്തുതി എന്നാണ്. സാഹചര്യമല്ല നമ്മെ നിയന്ത്രിക്കുന്നത്. ലോകം മാറി മറിഞ്ഞാലും സാഹചര്യങ്ങൾ തിരിഞ്ഞാലും എന്നെ നിയന്ത്രിക്കുന്നത് സാഹചര്യമല്ല. എപ്പോഴും എന്റെ ആത്മാവ് അങ്ങേ സ്തുതിച്ചുകൊണ്ടിരിക്കും. ദാവീദ് പറയുന്നു, എന്റെ ഉള്ളം സദാകാലം അവനെ സ്തുതിക്കുന്നു. എന്റെ ആത്മാവ് എപ്പോഴും അങ്ങേ സ്തുതിച്ചുകൊണ്ടിരിക്കും. സാഹചര്യമല്ല, കുടുംബത്തിലെ പ്രശ്നങ്ങളല്ല, കുടുംബത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നെ നിയന്ത്രിക്കുന്നത്, അങ്ങയുടെ സ്തുതിയാണ്. കാരണം സ്തുതിക്കൊരു ശക്തിയുണ്ട്, അത് സ്ഥിതിയെ മാറ്റുന്നതാണ്. സ്തുതിക്കൊരു പവറുണ്ട്, അത് സ്ഥിതിയെ മാറ്റാൻ കഴിവുള്ളതാണ്. എന്നോട് ചേർന്ന് പാടാമോ? കാലയും മാലയും ഹല്ലേലൂയ. ഞാൻ വിടും ശ്വാസമേ, ഞാൻ വിടും ശ്വാസമേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പാടാമോ? കാലയും മാലയും ഹല്ലേലൂയ. ഞാൻ വിടും ശ്വാസമേ ഹല്ലേ. കാലയും മാലയും, ഓഹോ, കാലയും എപ്പോഴും അങ്ങേക്ക് സ്തുതി. എന്റെ ശ്വാസം പറയുന്നു അങ്ങേക്ക് സ്തുതി. ഓ, ഞാൻ വിടും ശ്വാസമേ ഹല്ലേ. ഞാൻ സോർന്നു പോകുമ്പോது என் பலனாக மாறும். நான் சர்க்கலற்ற நேரம் என் ஆத்மாவு பாடும். நான் சோர்ந்து போகும்போது என் பலனாக மாறும். நான் சர்க்கலற்ற நேரம் என் ஆத்மாவு பாடும் ഹല്ലേലൂയ. കർത്താവിന്റെ സ്തുതി എന്ന് ശബ്ദമുയരണേ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്നായി കരമുയർത്തി, നന്നായി ശബ്ദമുയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ ഉയർവിലും താഴ്വിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും ഹല്ലേലൂയ. എൻ ഉയർവിലും താഴ്വിലും, എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും ഹല്ലേലൂയ.
എല്ലാരും പാടിയില്ലല്ലോ, പാടാത്തവരും ചേർന്ന് പാടാം. എന്റെ ഉയർച്ചയിലും എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും. എന്റെ സ്ഥിതികൾക്ക് ഒരിക്കലും കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയാതാക്കാൻ പറ്റത്തില്ല. എന്റെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും എന്റെ കർത്താവിനെ ആരാധിക്കാൻ തടയാൻ പറ്റത്തില്ല. എനിക്ക് ഒത്തിരി വേദനകൾ ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ അനുഭവിക്കുന്ന പല കാര്യങ്ങളായിരിക്കും, പക്ഷേ അങ്ങേ സ്തുതിക്കുന്നതിന് തടയാൻ ആർക്കും കഴിയില്ലെന്ന്. എന്റെ ഉയർച്ചയായാലും എന്റെ താഴ്ചയായാലും എനിക്ക് ഒന്നേ ഉള്ളൂ, കർത്താവേ അങ്ങേക്ക് മഹത്വം. ഗ്ലോറി ബി ടു ഗോഡ്. അങ്ങേക്ക് മഹത്വം. അങ്ങ് മാത്രമാണ് രാജാതി രാജാവ്. അങ്ങ് മാത്രമാണ് കർത്താതി കർത്താവ്. അങ്ങ് മാത്രമാണ് സൈന്യങ്ങളുടെ രാജാവായവൻ. ഒരിക്കലും എന്നെ തകർക്കാൻ നോക്കുന്നത് അങ്ങയുടെ ആരാധനയെ തകർക്കാൻ കഴിയില്ല. ഒരിക്കലും എന്റെ സ്ഥിതികൾക്ക്, എന്റെ സാഹചര്യങ്ങൾക്ക് ആരാധന തടയാൻ കഴിയില്ല. എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ ഉയർവിലും എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും. ഹല്ലേലൂയ. ഉന്നതികളിൽ ഏറ്റവും ഉയർന്ന കുന്നിന്റെ ഏറ്റവും ഉയർന്നിരിക്കായിരിക്കും. കന്മല ഉച്ചിയിൽ എന്ന് പറഞ്ഞാൽ പാറയുടെ ഏറ്റവും മുകളിൽ ഇരുന്നാലും ഞങ്ങൾക്ക് പറയാൻ കഴിയും, കർത്താവേ അങ്ങേക്ക് സ്തുതി. ആഴിയുടെ വീമ്പിൽ കൂടെ പോയാലും, കുരിരു താഴ്വരയിൽ കൂടെ നടന്നാലും, മരണ നിഴലിൽ കൂടെ നടന്നാലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, കർത്താവേ അങ്ങേക്ക് സ്തുതി. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രൈസസ് അൺടു ഗോഡ്. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. ഞാൻ ഉയരെ പോകുമ്പോൾ, ഞാൻ എൻ്റെ ഉയർച്ചയിലേക്ക് കടക്കുമ്പോൾ എൻ്റെ ജയത്തിന്റെ ഗാനമായി, എൻ്റെ വിക്ടറി സോങ് ആയി, എൻ്റെ ജയത്തിന്റെ ഗാനമായി മാറും. ഞാൻ താഴ്ച അനുഭവിക്കുമ്പോഴും എന്നെ ആശ്വസിപ്പിക്കുന്ന ഗാനമായി അങ്ങ് മാറുമെന്ന്. അത് ജീവിതത്തിൽ അനുഭവിച്ചവരുണ്ടെങ്കിൽ പാടണം. ഇന്ന് ഈ പകൽ കർത്താവ് എല്ലാത്തിനും തിരികെയാണ്. ഇന്ന് പലരുടെയും കണ്ണ് തുറക്കുന്ന ഞായറാഴ്ചയാണ്. പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു, പലരുടെയും കണ്ണ് തുറക്കുന്ന ഞായറാഴ്ചയാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത വ്യത്യാസം. കർത്താവ് എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു? അതല്ല, അതിനകത്ത് യേശു ഉണ്ടായിരുന്നു. എന്നോട് സംസാരിച്ച്, എന്നോട് ചില വെളിപ്പാട് കൈമാറാൻ, എന്നോട് ചില ദർശനത്തെ കൈമാറാൻ, എന്നോട് ചില ദൈവിക നിയോഗത്തെ കൈമാറാനാണ് ഞാൻ അതുവഴി കടന്നുപോയത്. കന്മലൈ ഉച്ചിയിൽ ഹല്ലേലൂയ, ആഴിയിൻ വിളുമ്പിലും ഹല്ലേലൂയ. കന്മലൈ, ഓഹോ കന്മലൈ ഉച്ചിയിൽ ഹല്ലേലൂയ, ആഴിയിൻ വിളുമ്പിലും, ആഴിയിൻ വിളുമ്പിലും ഹല്ലേലൂയ. நான் உயர போகும் போது என் வெற்றி கீதமாகும். நான் தாழ நிற்கும் போது என்னை தேற்றும் கீதமாகும். நான் உயர போகும் போது என் வெற்றி கீதமா. ஓஹோ, நான் தாழ நிற்கும் போது என்னை தேற்றும் கீதமா. ஹல்லேலூயா, Hallelujah, hallelujah, Lord. Hallelujah, hallelujah. Hallelujah, hallelujah. Hallelujah. Alpaguda shabdamedi hallelujah. Hallelujah. Oh, we praise you, Lord. Hallelujah. 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 உயர்விலும் என் தாழ்விலும் என் ஆத்துமா பாடும்.
ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും. എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും. എന്റെ ആത്മാവിലൊന്നേ പറയാനുള്ള അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി അപ്പ. എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും. ഹല്ലേ എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും. എന്റെ ഉയർച്ചയായാലും താഴ്ചയായാലും അങ്ങേക്ക് സ്തുതി എന്ന്. എൻ ഉയർവിലും എൻ താഴ്വിലും കർത്താവിന്റെ പ്രവൃത്തിയല്ല എന്റെ ആരാധനയുടെ മാനദണ്ഡം. കർത്താവിന്റെ രീതികളല്ല എന്റെ ആരാധനയുടെ മാനദണ്ഡം. എനിക്ക് അങ്ങേ സ്തുതിക്കുക. എനിക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്കല്ല നോക്കേണ്ടത്. ഈ പകൽ ഞാൻ ശ്രദ്ധിക്കുന്നത് യേശുവിന്റെ കാലിലേക്കല്ല, ഞാൻ അങ്ങയുടെ ഹൃദയത്തെ നോക്കുകയാണ്, അങ്ങയുടെ മുഖത്തെ നോക്കുകയാണ്. എന്റെ ഉയർച്ചയിലും എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും. ശത്രു സിർഖയിൽ ഹല്ലേലൂയാ, ഏഴണം ചെയ്കയിൽ ഹല്ലേലൂയാ. ശത്രു സിർഖയിൽ ഹല്ലേലൂയാ, ഏഴണം ചെയ്കയിൽ ഹല്ലേലൂയാ. എൻ എതിരി പെരുക പെരുക എൻ പന്തിയാവ് പെരുകും. நான் துதித்து பாடும் போது சிறஜால கதவு திறக்கும். என் எதிரி பெருக பெருக என் பந்தியளவு பெருகும். சிறஜால ஓஹோ சிறஜால கதவு திறக்கும். ஹல்லேலூயா 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 കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാക്ക് പറഞ്ഞു, HK കൊണ്ട് ഞാൻ ഈ തലമുറയിൽ ആരാന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ്. ദൈവം പറയുന്നു, HK കൊണ്ട് ഞാൻ ഈ തലമുറയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നെന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, കർത്താവേ എന്തിനാണ് നമ്മൾ ഇങ്ങനെയെല്ലാം നിൽക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഞങ്ങളുടെ ലൈഫിന്റെ അർത്ഥം എന്ത്? ഞങ്ങൾ ജീവിക്കുന്നതിന് കാരണം എന്ത്? ഞങ്ങൾ ജീവിക്കുന്നതിന്റെ അർത്ഥം എന്ത്? കർത്താവ് പറഞ്ഞ വാക്ക്, ഈ തലമുറയിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നെന്ന് ഞാൻ നീ മുഖാന്തരം വെളിപ്പെടുത്താൻ പോകുന്നു. ഈ തലമുറയിൽ എന്റെ ചലനം എങ്ങനെയെന്ന് ലോകം മാറുന്ന ഹല്ലേലൂയ. യോസേഫിലൂടെ തന്റെ ദൈവം മാറുന്ന മുഴുവൻ ജനവും കണ്ടതുപോലെ ഈ തലമുറയിൽ കേരളം, ഭാരതം കാണാൻ പോവുകയാണ്. Who is a living God? ജീവിക്കുന്ന ദൈവമാരെന്ന് നിന്നിലൂടെ കർത്താവ് തെളിയിക്കാൻ പോവുകയാണ്. എത്ര പേര് അതിന് ആമേൻ പറയും? എത്ര പേര് അതിന് ആമേൻ പറയും? എത്ര പേര് അതിന് ആമേൻ പറയും? ജീവിക്കുന്ന ദൈവമാരെന്ന് തെളിയിക്കാനാണ് നിന്നെ ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ എതിരി പെരുകുന്നോറും, എന്റെ ശത്രു പെരുകുന്നോറും ഞാൻ സന്തോഷിക്കുന്നു. എന്റെ പന്തി അളവ് വർദ്ധിക്കും, എന്റെ മേശയുടെ അളവ് വർദ്ധിക്കും, എന്റെ മേശയുടെ അളവ് വർദ്ധിക്കും. ഞാൻ പ്രവചിക്കുകയാണ് ഈ പകൽ, എന്റെ മേശയുടെ അളവ് വർദ്ധിക്കും. ആമേൻ
ഹല്ലേലൂയ. ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശത്രു എന്ന് പറഞ്ഞാൽ വ്യക്തികളാണ്. ആരൊക്കെയോ പഠിപ്പിക്കുന്നു ശത്രു നിന്റെ അയൽക്കാരാണ്. ആരൊക്കെയോ പറയുന്നു ശത്രു നിന്റെ ബന്ധുവാണ്. പക്ഷെ അതൊന്നുമല്ല ശത്രു. നമുക്ക് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഈ സീസണിൽ കുടുംബ ബന്ധത്തെ തകർക്കുന്ന ചിലതിനെതിരെ നമ്മൾ പോരാടാൻ പോവാണ്. സൂയിസൈഡൽ സ്പിരിറ്റിനെതിരെ നമ്മൾ പോരാടാൻ പോവാണ്. എത്ര പേർ തയ്യാറുണ്ട്? ഹെവൻലി കിങ്ഡം ഫാമിലി ഒന്ന് നിശ്ചയിച്ചാൽ അതുപോലെ സംഭവിക്കും. കാരണം ഇത് ദൈവത്തിന്റെ നിയോഗമാണ്. ദൈവം കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഭൂമിയിൽ ദൈവം ആദ്യം നിർമ്മിച്ചത് ഫാമിലിയാണ്. ശത്രു ആദ്യം തകർക്കാൻ നോക്കിയ സാധനവും ഫാമിലിയാണ്. ഫാമിലിയുടെ യൂണിറ്റിയാണ്. യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത് കല്യാണത്തിനാണ്. എല്ലാത്തിനും മാരേജിന് വലിയ പ്രാധാന്യമുണ്ട്. ഫാമിലിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ തലമുറയിൽ കുടുംബത്തെ തകർക്കുമെന്ന് പറഞ്ഞ് ആരൊക്കെ വാദിച്ചാലും അതാണ് നമ്മുടെ ശത്രു. വ്യക്തികളല്ല നമ്മുടെ ശത്രു. നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്ക് ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ, ചിലപ്പോൾ പൈസയുടെ കാര്യമായിരിക്കാം, കടഭാരമായിരിക്കാം, ചിലപ്പോൾ വീടിനകത്തുള്ള കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, സമാധാനമില്ലായ്മകളായിരിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ശത്രു. വ്യക്തികളല്ല നമ്മുടെ ശത്രു. ഹല്ലേലൂയ. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നാം കാണുന്നതല്ല, കാണാത്ത വാഴ്ചയും അധികാരവുമാണ്. ഏതൊക്കെ അധികാരങ്ങൾ ഉണ്ടായിരുന്നാലും അതിന്റെ തലയായവനെയാണ് ഈ പകൽ ഞങ്ങൾ ഉയർത്തുന്നത്. ഏതൊക്കെ അധികാരം എഴുന്നേറ്റാലും അതിന്റെ തലയായവനെയാണ്. Hallelujah. The master brain, എല്ലാത്തിന്റെ തലയായ the master brain, എല്ലാത്തിന്റെ തലയായ ക്രിസ്തുവാണ് ഞാൻ ആരാധിക്കുന്നത്. എന്ത് പ്രതിസന്ധി നിങ്ങളുടെ മേൽ വരട്ടെ, ഓരോന്ന് വർദ്ധിക്കുന്നോറും, പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നോറും ഒന്നേ പറയാനുള്ളൂ, എതിരി പെരുകുമ്പോൾ എന്റെ പന്തി അളവ് പെരുകും, എന്റെ മേശയും വർദ്ധിക്കും. പഴയതുപോലെ എന്റെ ജീവിതം മുൻപോട്ട് സ്മൂത്തായി നീങ്ങുന്നില്ല, ഭയങ്കര കഷ്ടപ്പാടാണോ? എനിക്കൊന്നേ പറയാനുള്ളൂ, നിന്റെ മേശയുടെ അളവ് വർദ്ധിക്കാനുള്ള സമയമായി. ആ സീസണിലേക്ക് നാം കാലുവെക്കാനുള്ള സമയമായി. ഹല്ലേലൂയ ലോർഡ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുണ്ട്. അത് വിശ്വസിക്കുന്നവർ മാത്രം. എത്ര പേർ ആ പ്രവചനത്തെ വിശ്വസിക്കുന്നു? എന്റെ മേശയുടെ അളവ് വർദ്ധിക്കാൻ പോകുന്നു, എന്റെ മേശയുടെ അളവ് വർദ്ധിക്കാൻ പോകുന്നു. അടുത്തിരിക്കുന്ന രണ്ടുപേരോട് ചിരിച്ചുകൊണ്ട് പ്രവചിച്ചു പറഞ്ഞ എന്റെ മേശയുടെ അളവ് വർദ്ധിക്കാൻ പോകുന്നു. കാരണം ഈ ദിവസങ്ങൾ എന്റെ എതിരി പെരുകുന്നത് ഞാൻ കാണുന്നു, എന്റെ ശത്രുക്കൾ പെരുകുന്നത് ഞാൻ കാണുന്നു. എന്റെ ശത്രുക്കൾ ജഡരക്തങ്ങളല്ല. എന്റെ ശത്രുക്കൾ എനിക്ക് എതിരുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. ഹല്ലേലൂയ. എനിക്ക് ഉറപ്പുണ്ട് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ പലരും ശത്രുക്കളുടെ വർധനവ് കണ്ടതാണ്. കാരണം ഒത്തിരി മേഖലയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, സാമ്പത്തികമായി, ഭൗതികമായി, നിങ്ങളുടെ ജോലി മേഖലയിൽ, നിങ്ങളുടെ ആരോഗ്യ മേഖല എല്ലാം കണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അതിനെ തിരിക്കാൻ പോവാണ്. യേശു നിന്നെ സെർവ് ചെയ്യാൻ പോവാണ്. യേശു നിനക്ക് വേണ്ടി, അതിനോട് കൊടുത്തിരിക്കുന്ന വാക്ക് അങ്ങനെയാണ്, സങ്കീർത്തനത്തിൽ കൊടുത്തിരിക്കുന്ന യഥാർത്ഥ വാക്ക് അങ്ങനെയാണ്. യേശു നമുക്ക് എന്താണോ വേണ്ടത് അത് എടുത്തു തരും. ലിറ്ററലി ഒരർത്ഥം അങ്ങനെയാണ്. ആ പന്തിയുടെ മേൽ, നമ്മൾ ഇരിക്കുന്ന മേശയുടെ മേൽ യേശു നിനക്ക് സെർവ് ചെയ്യും. The Son of God. ദാവീദ് അങ്ങനെയാണ് ആ വെളിപ്പാടിൽ ആ സങ്കീർത്തനം എഴുതുന്നത്. ഇന്ന് നാം പ്രൊഫറ്റിക്കിൽ അത് പാടാൻ പോവാണ്. എൻ്റെ എതിര് വർദ്ധിക്കും തോറും ഞാൻ പോകുന്നിടത്തെല്ലാം ചിലപ്പോൾ നഷ്ടങ്ങളാണ് കാണുന്നത്, ഞാൻ പോകുന്നിടത്തെല്ലാം കഷ്ടതകളാണ് കാണുന്നത്, ഞാൻ പോകുന്നിടത്തെല്ലാം ഒരു ഫ്രീഡം കാണുന്നില്ല, ഞാൻ പോകുന്നിടത്തെല്ലാം നഷ്ടങ്ങൾ കാണുന്നു, ഞാൻ പോകുന്നിടത്തെല്ലാം തോൽവികൾ കാണുന്നു. എന്തിനു വേണ്ടിയെന്നറിയാമോ? ലേറ്റർ ഗ്ലോറി ഈസ് ദ ഗ്രേറ്റർ ഗ്ലോറി. എന്ന് പറഞ്ഞാൽ അവസാനത്തെ മഹത്വം അതിമഹത്വമായിരിക്കും, മുമ്പിലത്തെക്കാളും മഹത്വം വലുതായിരിക്കും. അടുത്തിരിക്കുന്ന ആളോട് ഒന്നുകൂടെ പ്രവചിച്ച് പറ, ലേറ്റർ ഗ്ലോറി ഈസ് ദ ഗ്രേറ്റർ ഗ്ലോറി. Later glory is a greater glory. അതുകൊണ്ട് ശത്രു പെരുകുമ്പോൾ, വ്യക്തികളല്ല ശത്രു. വീണ്ടും പറയുന്നു, ഹെവൻലി കിങ്ഡം ഫാമിലിക്ക് ശത്രുക്കൾ എന്ന് പറയാൻ വ്യക്തികൾ ഇല്ല. അങ്ങനെ ഒരു ടീച്ചിങ് നമ്മൾ വിശ്വസിക്കുന്നുമില്ല, നമ്മൾ പഠിപ്പിക്കുന്നുമില്ല. എല്ലാ മനുഷ്യരും ഞങ്ങൾ ദൈവത്തിൽ സ്നേഹിക്കുന്നവരാണ്, എല്ലാ മനുഷ്യരും ദൈവ സ്നേഹത്തിൽ നിറഞ്ഞവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ശത്രു വർദ്ധിക്കുമ്പോഴും എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ മേശയുടെ അളവ് വർദ്ധിക്കാനുള്ള സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു സിർക്കയിൽ ഹല്ലേലൂയ, ഏളനം ചെയ്കയിൽ ഹല്ലേലൂയ. ഇപ്പൊ ഭയങ്കര ചിരിയായിരിക്കും. ഇപ്പൊ നിങ്ങളെ പലതും കാണിച്ച് മുൻനിർത്തി കളിയാക്കും. യേശുവിനോട് ചോദിച്ചത് ഇതേ ചോദ്യമാണ്, നീ ധൈര്യോടെ എടുത്ത് ചാട്, ദൂതന്മാർ നിന്റെ കാൽ
സഹായിക്കുമെന്ന് പറഞ്ഞില്ലേ? ദൂതന്മാർ നിന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ? കല്ലിൽ തട്ടിപ്പോകാതെ നിന്നെ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ പല ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ വരും. ഇപ്പൊ പലരും ചോദിക്കുക, എവിടെ പോയി നിന്റെ പ്രാർത്ഥന, എവിടെ പോയി നിന്റെ ശക്തി? ഈ സീസൺ വന്നപ്പോൾ നിന്റെ ലാഭം എവിടെ, നിന്റെ ബിസിനസ് എവിടെ? എല്ലാ ചോദ്യം മുന്നിൽ വരുമ്പോൾ, എന്നെ ഏഴണം ചെയ്യുമ്പോഴും എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ മേശ വർദ്ധിക്കാനുള്ള സമയമായി, എന്റെ മേശ വർദ്ധിക്കാനുള്ള സീസണായി, എന്റെ മേശ ഒരു ഉണർവിന്റെ മേശ വർദ്ധിക്കാനുള്ള സമയമായി. ഓ ശത്രു സിരിക്കയിൽ ഹല്ലേലൂയ, ഏളനം ചെയ്കയിൽ ഹല്ലേലൂയ. ഒരുമിച്ച് ശത്രു സിരിക്കയിൽ ഹല്ലേലൂയ, ഏളനം ചെയ്കയിൽ ഹല്ലേ. എന്നെതിരി പെരുകും പോത് என் பந்தி அளவு பெருகும். நான் துதித்து பாடும் போது சிறைச்சால கதகு துறக்கும். ஓ என் எதிரி பெருகும் போது என் பந்தி அளவு பெருகும். நான் துதித்து பாடும் போது சிறைச்சால கதகு திற. அல்லேலூயா ഹല്ലേലൂയ. ഒരു സിംഹത്തെ പോലെ നിന്റെ ശബ്ദം കേൾക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേ. ഗർജിക്കുന്നത് പോലെ സ്തുതിയുടെ വിധ വസിക്കുന്നവൻ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. Father, we praise you, Abba. Oh ഹല്ലേ ഹല്ലേലൂയ 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 ഹല്ലേ. എൻ താഴ്വിലും എൻ ആത്മാ പാടും ഹല്ലേലൂയ. എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും ഹല്ലേലൂയ. പാടാത്തവര് ചേർന്ന്, എന്റെ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും ഹല്ലേലൂയ. എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Oh, praises unto you. ഒരുമിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നവർ
പരിശുദ്ധാത്മാവിന്റെ അധികാരത്തെ തിരിച്ചറിഞ്ഞവർ, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കിയവർ ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവിനോട് ഒരുമിച്ച് ഹല്ലേലൂയ. എന്നുയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും ഹല്ലേലൂയ. എന്നുയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും ഹല്ലേലൂയ. എന്നുയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും ഹല്ലേലൂയ. എന്റെ ഉയർച്ചയിലും എന്റെ താഴ്ചയിലും ഞാൻ ഒരുമിച്ച് പാടും. എന്റെ ഉയർച്ചയിലും എന്റെ താഴ്ചയിലും എന്റെ ആത്മമനുഷ്യൻ ധൈര്യമുള്ളവനാണ്, ബലമുള്ളവനാണ്. എന്നുയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും ഹല്ലേലൂയ. എല്ലാ ശബ്ദം ഉയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ. ഞങ്ങൾ ഓൺലൈനിൽ കാണുന്നവർ ഒരുമിച്ച് വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, പട്ടണങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരേ ആത്മാവിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബബറകബചാരലബ റിഖിബചാര റിബഖോചി ബിഹോഷിയാചാരബൽ ഹരാജ ലിബിരി ഹോമോഷകെറ്റെരിമൽ ഹചാരബൽ. Open your tongue and open your voice. Prophecy to the nation, prophecy to the city. Let prophecy to the family, prophecy to the church. നിങ്ങളുടെ നാവ് ഒരു പ്രവാചകന്റെ തീനാവാണ്. ഇന്ന് പകൽ ആരും മൗനമായി നിൽക്കരുത്, ആരും നിശബ്ദരായി നിൽക്കരുത്. ഇത് പ്രവചിക്കേണ്ട സമയമാണ്, ഇത് പ്രഖ്യാപിക്കേണ്ട സമയമാണ്. ഒരിക്കലും സാധ്യതയില്ലാത്ത ആ വിഷയത്തെ നോക്കി ഈ സാന്നിധ്യത്തിന് നടുവിൽ നിങ്ങൾ പ്രവചിക്കുക. ഒരിക്കലും സാധ്യതയില്ലാത്ത ആ പ്രശ്നത്തെ നോക്കി ആത്മാവിൽ ഇന്ന് പകൽ പ്രവചിക്കുക. തലമുറയെ നോക്കി പ്രവചിക്കുക, കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുക, സമ്പത്തിനെ നോക്കി പ്രവചിക്കുക, ആത്മാവിനെ നോക്കി പ്രവചിക്കുക, രോഗത്തെ നോക്കി പ്രവചിക്കുക. അസാധാരണമായ പ്രവചനത്തിന്റെ ശക്തി ഇന്ന് ഓരോ നാവുകളിലും ഇപ്പോൾ വ്യാപിച്ചു തുടങ്ങട്ടെ. നിങ്ങൾ സാധാരണക്കാരനല്ല, നിങ്ങൾ പരാജയപ്പെട്ടവരല്ല, നിങ്ങൾ തകർന്നു പോയവരല്ല. ഇന്ന് പകൽ ഒരു അഭിഷേകം, ഒരു അധികാരം, ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പ്രശ്നങ്ങളില്ലാത്തിട്ടല്ല ഇന്ന് തൻ്റെ മക്കൾ ഇവിടെ ആരാധിക്കുന്നത്. പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ദൈവ മനുഷ്യൻ എൻ്റെ അകത്തുണ്ടെന്ന് വെളിപ്പാടുള്ളത് കൊണ്ടാണ് ഇന്ന് ദൈവത്തിൻ്റെ ജനം ആരാധിക്കുന്നതെങ്കിൽ മേക്ക് സം നോയ്സ്, ശബ്ദമുയർത്തി. ഇത് ആരാധനയുടെ സ്ഥലമാണ്, ഇത് ആത്മാവിൻ്റെ സ്ഥലമാണ്. ഇറ്റ്സ് നോട്ട് എ പ്ലേസ് ഓഫ് റിലീജിയൻ. ഇത് മതത്തിൻ്റെ സ്ഥലമല്ല, ഇത് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനശാലയാണ്. ഇത് ആത്മാവിനെ, ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ കൂടെ പ്രതികരിച്ചു തുടങ്ങിക്കേ. ഇത് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനശാലയാണ്. പുതിയ നിയമസഭ ആത്മാവിന്റെയും ശക്തിയുടെയും പറഞ്ഞു തുടങ്ങിക്കേ. ഇത് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനശാലയാണ്. Come on, open your voice and proclaim this. ഇത് ആത്മാ
ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമാണ്. ഞാനിത് പറയുമ്പോൾ ചിലർ പ്രദർശനശാലകളാണ്. ഈ തലമുറയിൽ നീ ഒരു പ്രദർശനശാല. ആരാധനൈ ഉമക്കേ നിർത്തുവാൻ കഴിയാത്ത ദൈവ സാന്നിധ്യത്തെ ഒന്നും കാണാൻ ഇവിടെ വന്നിട്ടില്ല, ഒന്നും കാണുവാൻ ഇവിടെ വന്നിട്ടില്ല. എനിക്ക് അനുഭവിക്കണം. ഈ തലമുറയിൽ എനിക്ക് ആത്മാവിന്റെ പ്രദർശനശാലയാണ്. ഇത് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ മറന്ന് ആരാധിക്കാൻ, നിങ്ങളുടെ ശരീരം വിട്ടുകൊടുക്കുക, നിങ്ങളുടെ മനസ്സ് വിട്ടുകൊടുക്കുക. ആരാധനൈ 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 ഉമക്കേ. Worship together. ആരാധനൈ Holy Spirit. Holy Spirit. Oh ആരാധനൈ ഉമക്കേ. ആരാധനൈ 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 ഉമക്കേ. നിങ്ങൾ ആളുമാറുന്നത് എപ്പോഴെന്നറിയോ? നിങ്ങൾ രൂപാന്തരപ്പെടുന്നത് എപ്പോഴെന്നറിയോ? ആ സാന്നിധ്യവും നിങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവും നിങ്ങളും ചേർന്ന് നിൽക്കുമ്പോൾ, അവിടെ നീ ആള് മാറുകയാണ്, അവിടെ നീ രൂപാന്തരപ്പെടുകയാണ്, അവിടെ നിന്റെ ശൈലി മാറുകയാണ്, അവിടെ നിന്റെ ക്യാരക്ടർ മാറുകയാണ്, അവിടെ നിന്റെ മൈൻഡ് മാറുകയാണ്, അവിടെ നീ ആള് മാറുകയാണ്. ആ സാന്നിധ്യം ഈ ഞായറാഴ്ചയും നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ. ആരാധനൈ ആരാധനൈ ഉമക്കേ. Come on. ഇവിടെ ബിലീവറും പാസ്റ്ററും ഇല്ല, ഇവിടെ വിശ്വാസിയും പാസ്റ്ററും ഇല്ല. നമ്മളെല്ലാം ദൈവപുത്രന്മാരും ദൈവപുത്രിമാരുമാണ്. ഇതിനകത്ത് നിൽക്കുന്നവർ ഈ തലമുറയിൽ മാനിഫെസ്റ്റഡ് ആകേണ്ട സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ഗോഡ് ആണ്. ഈ തലമുറ സകല രാജ്യങ്ങളും എല്ലാ സൃഷ്ടികളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ വെളിപ്പെടൽ അത് നിന്റേതാണ്. ഇന്ന് 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 എത്ര പേർക്ക് പറയാൻ കഴിയും, ഇറ്റ്സ് മീ, അത് ഞാനാണ്. ഈ തലമുറയിൽ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുന്ന ആ ദൈവത്തിന്റെ പുത്രൻ. പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുമ്പോൾ, പ്രതിസന്ധികൾ നിനക്കെതിരെ നിൽക്കുമ്പോൾ, അവൻ സകല സാഹചര്യങ്ങളും താങ്കൾക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ അതിനെ നോക്കി പ്രവചിക്ക്. I am a son of God. I am a daughter of God. It's the time for my manifestation. ഇതെന്റെ വെളിപ്പെടലിന്റെ സമയമാണ്. ഇത് സ്വയമായി പ്രവചിക്കാൻ കഴിയുന്നവർ ഈ ഞായറാഴ്ച വിശ്വാസത്തോടെ ആരാധനൈ 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 ഉമക്കേ. ഈ സാന്നിധ്യം ഈ റൂമിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നാം പട്ടണങ്ങളെ നോക്കി പ്രവചിക്കുന്നു, രാജ്യങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ഇന്ന് പകൽ വളരെ കഷ്ടതയിലിരിക്കുന്ന ജനത്തെ നോക്കി നമ്മൾ പ്രവചിക്കുന്നു, തലമുറകളെ നോക്കി നമ്മൾ പ്രവചിക്കുന്നു, ദൈവസഭയെ നോക്കി നമ്മൾ പ്രവചിക്കുന്നു, വരാനിരിക്കുന്ന എൻഡ് ടൈം റിവൈവലിനെ നോക്കി നമ്മൾ പ്രവചിക്കുന്നു.
ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോ മക്കളുടെ മേൽ ഒരു വലിയ ഡിവൈൻ ബ്യൂട്ടി റിലീസ് ആകട്ടെ. ആമേൻ. കാണുന്നവർ ആകർഷിക്കപ്പെടുന്ന നിന്നിലേക്ക് ആകർഷിക്കപ്പെടുന്ന അനോയിന്റിംഗ് ബ്യൂട്ടി ഇന്ന് നിങ്ങളുടെ മേൽ ആത്മാവ് റിലീസ് ചെയ്യുമ്പോൾ അതിനെ സ്വീകരിക്കുവാൻ प्यारे पिता तूने हमसे इतना प्यार किया. എല്ലാവരുടെയും അധരങ്ങൾ ഒരു പ്രവചന നാവായി തീരട്ടെ. छुड़ाने को കൽപ്പിക്കുക अपने ആ. बेटे കൽപ്പിക്കുക. कुर्बान യാചിക്കുകയല്ല, ചോദിക്കുക. प्यारे യാചിക്കുകയല്ല, കൽപ്പിക്കുക. ശബാറ ലംഷാതറ റീമഹട്ടോ റോക്കോ തെമി ഹൽക്കറ. ഒരാൾ പോലും ഈ സാന്നിധ്യത്തെ അനുഭവിക്കാതെ ഇവിടെ നിൽക്കരുത്. ഞങ്ങൾ ദേശങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ദൈവം ഞങ്ങളെ ആക്കിയിരിക്കുന്ന തിരുവനന്തപുരത്തെ നോക്കി ഞങ്ങൾ പ്രവചിക്കുന്നു. ഇന്ന് പകൽ ഈ ട്രിവാൻഡ്രത്ത് വ്യാപരിക്കുന്ന സകല പാപത്തിന്റെ ശക്തി, വ്യഭിചാരത്തിന്റെ ശക്തി, ഡ്രഗ്സിന്റെ ശക്തി, ആക്സിഡന്റിന്റെ സ്പിരിറ്റ്, തലമുറകളെ നശിപ്പിക്കുന്ന ദുഷ്ട സ്പിരിറ്റ്, സഭയ്ക്ക് മാത്രമേ അതിനെ ക്യാൻസൽ ചെയ്യാൻ കഴിയൂ. ക്യാൻസൽ ചെയ്യ. എന്റെയും നിന്റെയും കുടുംബ വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ. എന്റെയും നിന്റെയും പേഴ്സണൽ മാറ്റർ അവിടെ നിൽക്കട്ടെ. നമ്മെ വിളിച്ചൊരു വിളിയുണ്ട്, നമ്മെ തിരഞ്ഞെടുത്തൊരു തിരഞ്ഞെടുപ്പുണ്ട്. നാം ഈ രാജ്യത്തെ പ്രസന്റ് ചെയ്യുന്നവരാണ്, നാം ഈ ദേശത്തെ പ്രസന്റ് ചെയ്യുന്നവരാണ്. We are the ambassadors of the kingdom of God. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ സ്ഥാനാപതികളാണ്. ഈ ഒരു വെളിപ്പാടിലേക്ക് ഇന്ന് കയറി വന്നിട്ട് നീ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. നീ പറഞ്ഞാൽ ആ വിഷയം പിൻവാങ്ങും. ഒരു പ്രൊഫറ്റിക്കൽ പ്രയറിലേക്ക് നമ്മൾ മാറുകയാണ്. വിശ്വാസത്തോടെ നമ്മൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവചിക്കും. നമ്മളെല്ലാവരും ഈ പ്രൊഫറ്റിക്കൽ പ്രയർ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശ് ബ്രദർ മുമ്പിലേക്ക് വരും. ഇപ്പോൾ ഈ പ്രൊഫറ്റിക്കൽ പ്രയർ അദ്ദേഹം ആമേൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ലമാ ശകാ തറാ ബഹന്താരിയ ലെമി രകോ ടോറോ മോഷെതേരിയ. Holy Ghost, you take control, Father, in the name of Jesus. Lol baraka shete rial baba, loko bra baba. വന്നപ്പോൾ കർത്താവേ ആ കിണറ്റിന്റെ അരികിൽ ശമര്യക്കാരിയെ കണ്ടു. കർത്താവേ ശമര്യക്കാരി വന്നത് ഭൗതിക വെള്ളം കോരാൻ വന്നു. കർത്താവേ എങ്കിൽ അവൾ തിരിച്ചു പോയത് അവൾ സാധാരണ കിണറ്റിൽ നിന്ന് പോയില്ല. അവൾ ക്രിസ്തു എന്ന കിണറ്റിൽ നിന്ന് അവൾ കോരിക്കൊണ്ടുപോയി. Holy Spirit, സഭയിലുള്ളവരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇന്ന് വന്നവർ ഹോളി സ്പിരിറ്റ് പുതിയ 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 ഉറവ, പുതിയ ഉറവയിൽ നിന്ന് കോരിക്കൊണ്ടുപോകും. പുതിയ ഉറവയിൽ നിന്ന് കോരിക്കൊണ്ടുപോകും. ക്രിസ്തുവിന്റെ ഉറവയിൽ നിന്ന് കോരിക്കൊണ്ടുപോകും. ഹോളി സ്പിരിറ്റ്, ഓ റബ ഷെറ്റേ. കർത്താവേ ഇന്ന് പുതിയ ഉറവ, പഴയ ഉറവ അടയുകയും പുതിയ ഒരു ഉറവ തുറക്കുന്നതിനായി തന്റെ ജനത്തിന്റെ മുൻപിൽ പുതിയൊരു ഉറവ തുറക്കുന്നതിനായി ഹോളി സ്പിരിറ്റ് പട്ടണങ്ങളിലും രാജ്യങ്ങളിലും എത്തുന്ന രീതിയിൽ ഇതൊരു മർക്കോസ് മാളികയാണല്ലോ. ഇതൊരു മർക്കോസ് മാളികയാണ്. ഈ മർക്കോസ് മാളികയിൽ നിന്ന് ചിതറിപ്പോയ യഹൂദിയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം
name of Jesus. ഞങ്ങൾ പ്രവചിക്കുന്നു, ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ലോകത്തിന്റെ അറ്റത്തോളം കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, ഞങ്ങളുടെ നാമമല്ല കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ. കർത്താവേ, ശമരിയക്കാരി കോരിക്കൊണ്ട് പോയ ക്രിസ്തുവിൽ നിന്നാണെങ്കിൽ യേശുവിന്റെ നാമത്തെ അവൾ പട്ടണത്തിൽ ഉയർത്തി. അത് തന്നെ ഇവിടെ സംഭവിക്കട്ടെ, അത് തന്നെ ഇവിടെ റിലീസ് ആകട്ടെ. ജീസസിനെ പ്രാർത്ഥിക്കുന്നു. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളോ അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. അദ്ദേഹം പ്രവചിച്ചതുപോലെ ഒരു ശമരിയക്കാരത്തി സ്ത്രീ, ശമരിയ പട്ടണം മുഴുവൻ പിടിക്കപ്പെട്ടു. അവൾ ക്രിസ്തുവിനെ കൊണ്ടുപോയെങ്കിൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളും പട്ടണങ്ങളെ പിടിച്ചെടുക്കാൻ ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. വിശ്വാസത്തോടെ പറഞ്ഞ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. സിദ്ധുഗതർ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്നത് ദൈവത്തിന്റെ പദ്ധതി നമ്മിലൂടെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. God has given us yet another blessed Sunday. Each day God gave us to fulfill His purpose in our lives. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം എൻ്റെ ആഗ്രഹങ്ങൾ നടന്നില്ലെങ്കിലും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം നടക്കും? How many of you believe that today, even if my will about my life will not be fulfilled, even though then God's purpose about my life will be fulfilled? How many of you believe in that? നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രശ്നങ്ങൾ ഞാൻ കാണുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോകുന്നു, ഇതുവരെ ഞാൻ കാണാത്ത പ്രതിബന്ധങ്ങൾ എനിക്കെതിരെ വരുന്നു. You might be thinking that I am going through some problems which I haven't faced it, some circumstances which is very hard for me. Maybe you are thinking so. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? Do you know one truth? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ പിശാചിന് വിഷയമല്ല. When you become blessed, it doesn't matter for devil. നിങ്ങൾ ഈ ഭൂമിയിൽ എന്തൊക്കെ നേടുന്നത് പിശാചിന് വിഷയമല്ല. For devil it doesn't matter many things you have achieved in this world. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെ സഫലമാക്കുമ്പോഴും പിശാചിന് വിഷയമല്ല. Even you achieve something which you desire in your life, that also doesn't matter for devil. ഈ ഭൂമിയിൽ നമ്മൾ എത്ര ഉയർന്ന തലത്തിലിരുന്നാലും പിശാചിന് വിഷയമല്ല. You reach in at the peak of success in your life, it doesn't matter for devil. എപ്പോഴാണോ The moment നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടതിന്റെ ഉദ്ദേശത്തിലേക്ക് നിങ്ങൾ കടക്കുന്നത്, the moment you enter into the purpose of your life, എപ്പോഴാണോ ദൈവം നിങ്ങളെ ഭൂമിയിൽ അയച്ച റിയാലിറ്റിയിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നത്, the moment you enter into the reality of your life, whether God has sent you into this earth, സാത്താനിക് വേൾഡ് നിങ്ങൾക്കെതിരെ മാത്രമായിരിക്കും. the entire satanic world will be against you. അവിടെ ഒരു കുട്ടി പിശാചല്ല നിങ്ങൾക്കെതിരെ നിൽക്കുന്നത്. There it is not a small demon which is coming against you. സാത്താനിക് വേൾഡ് നിങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യും. The entire demonic world will fight against you. ആ ഫൈറ്റ് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഒന്നോർത്തോണം, you are in reality. When you go through such fights, you must have understood that you you are are in in real reality. track. Amen. നിങ്ങൾ ശരിയായ ട്രാക്കിലാണെന്ന് നിങ്ങൾ നിങ്ങൾ ഓർക്കണം. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കടന്നിരിക്കുന്നു. You are stepping into God's will about your life. 30 വയസ്സ് വരെ യേശു ഇവിടെ ജീവിച്ചു. Till 30 years of old, Jesus lived in this ഈ earth. 30 വയസ്സിനകത്ത് എപ്പോഴെങ്കിലും പിശാച് യേശുവിന്റെ അടുക്കൽ വന്നെന്ന് ടിജോ ബ്രദർ വായിച്ചിട്ടുണ്ടോ? Did you ever saw within this 30 years did devil came closer to Jesus? നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ?
Have you ever read that? 16-ാമത്തെ വയസ്സിൽ ഭയങ്കരമായ ഒരു പോരാട്ടം യേശു അനുഭവിച്ചു. When he was 16 years old, he was attacked by demons. 20-ാമത്തെ വയസ്സിൽ അതിനേക്കാൾ പോരാട്ടം When അനുഭവിച്ചു. he was 20 years old, he went through such a tribulations. 28-ാമത്തെ വയസ്സിൽ ബഹുപോരാട്ടം അനുഭവിച്ചു. 28 years old, he was attacked by demons so terribly. ഞാൻ വായിച്ചിട്ടില്ല. I didn't read about that. But when he entered in his 30, പക്ഷേ അവൻ 30-ാമത്തെ വയസ്സിലേക്ക് കടന്നപ്പോൾ, when he entered his mission, അവൻ തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശത്തിലേക്ക് കടന്നപ്പോൾ, when he entered into reality, അവൻ തന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് സ്റ്റെപ്പ് വെച്ചപ്പോൾ, അവൻ പോയ മരുഭൂമിയിൽ അവനെ തേടി പിശാച് പോയി. in the wilderness he went, demon went behind him. അതാണ് യേശുവിന്റെ റേഞ്ച്. That is the range of Jesus. അതാണ് യേശുവിന്റെ റേഞ്ച്. That is the level of അവൻ Jesus. പോകുന്നിടത്ത് പിശാച് ഭയക്കും. Wherever he went, the demons trembled. യേശു പട്ടണത്തിലേക്കല്ല പോയത്, മരുഭൂമിയിലേക്കാണ് പോയത്. Jesus didn't went to the city, but he went to the wilderness. മരുഭൂമിയിൽ ആരുമില്ല. In the wilderness there is no one. മരുഭൂമിയിൽ ആരോടും പ്രസംഗിക്കാനില്ല. No one is there to preach in the wilderness. പക്ഷേ പിശാച് അവിടെ ചെന്നു. But demon went there. അതെന്താ കാര്യം? Why is that so? അവന് മനസ്സിലായി. Because he understood. അടുത്ത ഇവൻ ചലിക്കാൻ പോകുന്നത് ഇവന്റെ ഇഷ്ടത്തിലല്ല. The next moment he is not stepping in according to his will. ഇദ്ദേഹത്തെ അയച്ചവന്റെ ഇഷ്ടത്തിലാണ്. He is moving according to the one who has sent him. ഇന്ന് പകൽ വിശ്വസിക്കുക, എന്റെ ചലനം ചേഞ്ച് ആകുകയാണ്. Should I believe that my movement is going to change? എന്റെ മൂവ്മെന്റ് ചേഞ്ച് ആകുകയാണ്. My stepping is going to change. എന്റെ വേൾഡ് എനിക്കെതിരെ നിന്നാലും ഈ മൂവ്മെന്റിനെ പിടിച്ചു നിർത്താൻ പിശാച് ജനിച്ചിട്ടില്ല. Even if the entire world stand against you, no demon can stop this movement. ശബ്ദം ഉയർത്തി make some noise. അതങ്ങനെ തന്നെയാണ്. Amen. ലബ ശതറബകതിയ. Hallelujah. 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 കർത്താവ് നമ്മിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുന്നു. God is doing greater things in our midst. All the glory and honor belongs to Jesus Christ. എല്ലാ മഹത്വവും യേശുവിന്. പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങിയ When Holy Spirit started moving, നീ നിന്നു കൊടുത്താൽ മതി. you just have to stand still. നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്റെ പ്രസംഗം പോലും അവിടെ ആവശ്യമില്ലെന്ന്. When I went to North India only, I understood that even my sermon is not needed. കേരളത്തിലാണെങ്കിൽ ഞാൻ ഈ വചനത്തിനകത്ത് നിന്ന് ഇനി എന്ത് സീക്രട്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി രാവും പകലും ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. If it is in Kerala, I will be pondering always in the word of God, which revelation to preach today. കാരണം കേരളത്തിലെ ആൾക്കാർ പ്രസംഗം കേട്ടിരിക്കുന്നത് കൊണ്ട് അടുത്ത നമ്മുടെ ഒരു മീറ്റിംഗിൽ വരുമ്പോൾ അവർക്ക് പുതിയത് കേൾക്കാൻ ആഗ്രഹം. Kerala people are already familiar with all the sermons. They want to hear everything new each Sunday. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തിനകത്ത് ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ. So all the time I will be pondering the word of God to know is there any more secrets in the word of God. അടുത്തൊരു പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. But when I went to another city, I understood നിന്റെ പ്രസംഗം പോലും അവിടെ വേണ്ട. your sermon is not even needed. നിന്നെ മതി. Only you is needed there. Amen. യേശു എന്നൊരു വാക്ക് നിനക്ക് പറയാൻ കഴിയുമോ? If you can say that name Jesus, ആത്മാവിൽ നിനക്ക് ചലിക്കാൻ കഴിയുമോ? if you can move in the Holy Spirit, നീ നിന്നാൽ when you stand, പരിശുദ്ധാത്മാവ് ചലിക്കും. Holy Spirit will move. ഇന്ന് ഇതിനകത്തിരിക്കുന്നവരിലേക്ക് ഇത് റിലീസ് ആകുകയാണ്. Today that is being released in all of you. കയറി നിന്നാൽ, When you stand നീ there, നടന്നാൽ, when you walk, നീ സംസാരിച്ചാൽ, when you talk, ആത്മാവ് ചലിക്കുന്ന ഒരു മേഖല the range where Holy എന്റെ Spirit will മക്കൾക്ക് ഇന്ന് do, റിലീസ് ആണ്. that is going to be Receive that released. anointing. Amen. അഭിഷേകത്തെ പ്രാപിക്കുക. Hallelujah. Hallelujah. അത്ഭുതകരമായ ചലനങ്ങളിലൂടെ നമ്മൾ പോവുക. Miraculous movements are happening through us. നമ്മുടെ വേഗത ഇനി വർദ്ധിക്കാൻ പോവുക. Our speed is going to increase. നല്ല ആമേൻ പറ. Amen. ഇവിടെ നമുക്ക് എത്ര പേര് സൗഖ്യമായെന്ന് നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയും. Here we can count how many of you are healed. പക്ഷെ അവിടെ എത്ര പേര് സൗഖ്യമായെന്ന് എണ്ണിയെടുക്കാൻ പറ്റത്തില്ല. But there we cannot even count. പിന്നെ അവിടെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് ആൾക്കാർ ചുമന്നുകൊണ്ട് വന്ന് നടന്നു പോയവരെ കൗണ്ട് ചെയ്യാം. The only thing we can count is, okay, some people were carried by some others and they got healed and they went back. Such people we can count. പിറവിയിലെ പാരലൈസ്ഡ് ആയ പിള്ളേർ നടന്നു പോകുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാം. We can count when a child who is paralyzed from his നമ്മൾ ചിന്തിക്കുന്ന ആളല്ല പരിശുദ്ധാത്മാവ്. Holy Spirit is not a person we think of.
മൂന്ന് അന്യഭാഷയിൽ ഒതുങ്ങുന്ന ആളല്ല പരിശുദ്ധ. He is not just a person of tongues. നമ്മുടെ കുട്ടി പ്രാർത്ഥനയ്ക്കകത്ത് ഒതുങ്ങുന്ന ആളല്ല He is പരിശുദ്ധ. not a person to be confined in our small prayers. നമ്മുടെ ഞായറാഴ്ചക്കകത്ത് ഒതുങ്ങുന്നതല്ല പരിശുദ്ധ. He is not a person to be confined in our നമ്മുടെ Sundays. പ്രസംഗത്തിനകത്ത് ഒതുങ്ങുന്ന ആളല്ല He പരിശുദ്ധ. is not a person to be confined in our നമ്മുടെ sermons. മിനിസ്ട്രിക്കകത്ത് ഒതുങ്ങുന്ന ആളല്ല He is പരിശുദ്ധ. not a person to be confined in our ministry. He is a God. Amen. അവൻ ദൈവമാണ്. അവന് അനുവദിക്കുന്നവരാരോ Whoever allows him, അവരെ അവൻ ക്യാരി ചെയ്യും. them he will carry. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളായി എന്നോട് പറയുന്ന ഇതാണ്. For some past days, God is telling me ഞാൻ this. ചിലരെ ക്യാരി ചെയ്യാൻ പോവാ. I'm going to carry some people. Amen. ഞാൻ ചിലരെ ഇങ്ങ് വാ ഓടി വാ. ഈ കുഞ്ഞിനെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്ന പോലെ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് നിന്നെ ക്യാരി ചെയ്തുകൊണ്ട് Amen. Like the way I carry this child in this generation, Holy Spirit is going to carry you. പരിശുദ്ധാത്മാവ് നിന്നെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ Holy പോകുന്നു. Spirit is going to carry you. നീ Amen. രണ്ട് അന്യഭാഷ കൊണ്ട് നടക്കുകയല്ല, നീ ഒരു അഭിഷേകം കൊണ്ട് നടക്കുകയല്ല, അഭിഷേകം നിന്നെ എടുത്തുകൊണ്ട് നടക്കാൻ പോവുകയാണ്. It's not you who ഇന്ന് walk with പകൽ അത് anointing, but സ്വീകരിക്കാൻ anointing is മനസ്സുള്ളവർ carrying you. ഈ പകൽ ആ ഇംപാർട്ടേഷൻ സ്വീകരിക്കുക. എന്റെ ചെറിയ പ്രാർത്ഥനയിൽ നിന്ന് ആത്മാവിന്റെ അതിശക്തമായ മൂവിലേക്ക്. Amen. ശബലം പുരപൗഠി ബലം ശബരാധനരഗജനരഗജ. ഇതിൽ കുറഞ്ഞൊന്നും വിശ്വസിക്കരുത്. Don't believe in anything which is lesser than this. അടുത്ത ആളോട് പറഞ്ഞു, ഇതിൽ കുറഞ്ഞൊന്നും വിശ്വസിക്കരുത്. Don't believe in anything which is lesser than this. Touch your neighbor and say, ഇതിൽ കുറഞ്ഞൊന്നും ആഗ്രഹിക്കരുത്. don't desire for anything lesser than this. ഇതിൽ കുറഞ്ഞൊന്നും പ്രാർത്ഥിക്കരുത്. Don't pray for anything lesser than this. ഇതിൽ കുറഞ്ഞൊന്നും ചിന്തിക്കരുത്. Don't even think about anything lesser than കാരണം this. നിങ്ങളുടെ വിളി വലുതാണ്. Because you have a great calling. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് വലുതാണ്. Your choice is great. നിങ്ങൾ ദൈവത്തിന് അത്രയും വാല്യുബിൾ ആണ്. You are valuable to God. ഈ ലോകത്തിന്റെ സ്വഭാവം എന്താണെന്നറിയോ? Do you know what the nature of this world is? ഇവിടുത്തെ പ്രശ്നങ്ങൾക്കകം നമ്മളെ കൊണ്ട് നിർത്തിയിട്ട് It will make us stand in all the problems of ഇത് this world, നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും, and then it will keep talking to us. നിനക്ക് വിലയില്ല. You are not a valuable person. കാരണം നിനക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്. You have so many problems. നീ മറ്റുള്ളവരിലേക്ക് നോക്ക്, You look at others, അവർക്ക് പ്രശ്നമില്ലല്ലോ. they don't have any problems, no? നിനക്ക് വിലയില്ല. You are you don't have a value. അത് ഈ ലോകത്തിന്റെ സ്വഭാവമാണ്. That is the nature of this world. അത് ഈ ലോകത്തിന്റെ സ്വഭാവം. That is the nature of this world. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം എന്താണെന്നറിയോ? But do you know what the nature of Holy Spirit is? ആയിരക്കണക്കിന് വ്യക്തികൾ ആ പ്രശ്നത്തിനകത്ത് തകർന്നു വീഴുമ്പോൾ, Even though when thousands are falling on that problem, ആ പ്രശ്നത്തിന്റെ നടുവിലൂടെ ജയിച്ചു നടക്കുന്ന ഒരു കപ്പാസിറ്റി, amen, to walk as a successful person in midst of that problems, പരിശുദ്ധാത്മാവ് നമ്മെ അതിന് കപ്പാസിറ്റി ഉണ്ടാകും. Holy Spirit will enable us to do that. ഞാൻ എപ്പോഴും പറയാം, എന്നും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ, I am telling you one thing, even if you have problems every day, നിങ്ങൾക്ക് എന്നും ജയമുണ്ട്. you have success every day. Amen. വലിയ പ്രശ്നമുണ്ടോ? If you have great problems, നിങ്ങൾക്ക് വലിയ ജയമുണ്ട്. you have great success. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? If you have problems which you cannot stop, ഞാൻ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടാൻ പോവാണ്. I will sing the triumph of victory. എത്ര പേർ വിശ്വസിക്കുന്നു? Amen. How many of you believe that? വിശ്വാസം പറയുക. Speak faith. Amen. Amen. അധികമായി ചർച്ച് അല്ലെങ്കിൽ ഫാമിലി അധികമായി മിഷനിലേക്ക് മൂവ് ചെയ്യുക. More and more we are moving forward for the God's mission. ദൈവം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. When God starts, when we cannot stop. ഞാൻ വീണ്ടും പറയുന്നു, Again I'm telling you, ചർച്ച് മൂവ് ചെയ്യുന്ന മൂവിൽ നിങ്ങൾ മൂവ് ചെയ്യണം. you must move according to the movement of this അല്ല, church. നിങ്ങൾ ഇവിടെ ഇരുന്ന് ചർച്ച അവിടെ മൂവ് ചെയ്ത് ലാസ്റ്റ് എന്നെ കയറ്റിയില്ല, എന്നെ പിടിച്ചില്ല, എന്നെ കണ്ടില്ല, എനിക്ക് വണ്ടി നിർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിതാപം പറയരുത്. It's not that you stay there and the church is moving towards that direction and you say that, okay, I am not there, I don't belong here, like that you don't say. നിങ്ങളുടെ അകത്തെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. All of you carry Holy Spirit. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ റിലം ഏത് ലെവലിലാ മൂവ് ചെയ്യുന്ന കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ഓരോ ബിലീവറിനും കപ്പാസിറ്റി ഉണ്ടാവും. So each one of our believers must have the capacity to know and understand in what realm we are moving.
ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കാം. I'm going to pray after sharing one or two things with you. വലിയ കാര്യങ്ങൾ നമ്മളിലൂടെ ദൈവം ചെയ്യും. God will do greater things through us. പരിശുദ്ധാത്മാവിലേക്ക് മോർ ആത്മാവിനെ അറിയുക. More and more know Holy Spirit. ഞാൻ വീണ്ടും നമ്മുടെ ഒന്നാമത്തെ മിഷൻ കർത്താവ് ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് കൃപ നൽകി. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിന് പ്രാർത്ഥനയ്ക്കെല്ലാം നന്ദി പറയും. Heaven helped us to fulfill our first mission. I thank you all of you for your valuable prayers. നവംബർ മാസം 1-ാം തീയതി നമ്മൾ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഒരു റിവൈവൽ മൂവ്മെന്റിലേക്ക് ചർച്ച് മൂവ് ചെയ്യുകയാണ്. November 1st, we are going to the capital of India, which is New Delhi, as a revival movement. നമ്മൾ വളരെ നമ്മൾ ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ തലസ്ഥാനത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇന്ത്യ മുഴുവൻ നമ്മൾ ക്യാരി ചെയ്യാൻ ശേഷിയുള്ള ഒരു ഭയങ്കര ഓപ്പണിംഗ് HKക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. We desire that, we believe that as we step into that capitals of India, we will have that ability to carry all over India through HK. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. Let your prayers be with us. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു വേർഡ് ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേർഡാണ്. Today I am going to share a familiar word with you. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. Acts of Apostles chapter 1 verse 8. വായിച്ചോളൂ. 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷി പറഞ്ഞു. ഭൂമിയുടെ അറ്റത്തോളം. അയ്യോ, ഭൂമിയുടെ അറ്റത്തോളം. അയ്യോ എന്റെ ദൈവമേ. Acts ഭൂമിയുടെ അറ്റത്തോളം. ഭൂമിയുടെ അറ്റത്തോളം. ഭൂമിയുടെ അറ്റത്തോളം. ഭൂമിയുടെ അറ്റത്തോളം. നിങ്ങൾ വീണ്ടും പഴയ വഴിയാണല്ലോ. ഭൂമിയുടെ അറ്റത്തോളം. ഭൂമിയുടെ അറ്റത്തോളം. എന്തെങ്കിലും പറയുന്നെങ്കിൽ നന്നായിട്ട് പറയണം. ഭൂമിയുടെ അറ്റത്തോളം. ഭൂമിയുടെ അറ്റത്തോളം. ഇത് മെസ്സേജ് അല്ല. This is not just a sermon. ഇത് യേശു ശിഷ്യന്മാരെ പിടിച്ചേർത്തിട്ട് നടുവിൽ നിന്ന് പറഞ്ഞ പ്രസംഗമല്ല. This is not a sermon which Jesus has preached to his disciples. Is a promise. Amen. ഇതൊരു വാഗ്ദത്തമാണ്. Amen. Is a promise. ഇതൊരു വാഗ്ദത്തമാണ്. ഒന്ന് പറഞ്ഞു. Is a promise. Say that. ഇതൊരു വാഗ്ദത്തമാണ്. It's a promise. ഇതൊരു വാഗ്ദത്തമാണ്. It's not a message. ഇതൊരു മെസ്സേജ് അല്ല. It's not a prophecy. ഇതൊരു പ്രവചനമല്ല. It's not a teaching. ഇതൊരു ടീച്ചിങ് അല്ല. It's a promise. അതൊരു വാഗ്ദത്തമാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് പ്രോമിസ് ചെയ്യുകയാണ്. This is something Jesus has promised to his disciples. നമ്മൾ ചിലരോട് പ്രോമിസ് ചെയ്യത്തില്ലേ? We promise to many people. എന്ത് സംഭവിച്ചാലും ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്യും. Whatever happens, I will do that for you. അത് പ്രോമിസാണ്. That is a promise. അത് നാം എന്ത് വില കൊടുത്തും ചെയ്യും. We will do it at any cost. തളർന്നിരിക്കുന്ന ശിഷ്യന്മാരോട്, To the disciples, വേദനിച്ചിരിക്കുന്ന ശിഷ്യന്മാരോട്, to those disciples who were weak and in pain, ഇനി ജീവിതമില്ലെന്ന് ചിന്തിക്കുന്ന അപ്പോസ്തലന്മാരോട്, to the apostles who were hopeless, യേശു അവരോട് ഒരു പ്രോമിസ് ചെയ്യുക. Jesus promised them, ഞാൻ ഭൂമിയുടെ അറ്റത്തോളം to the end of the earth, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ through the power of Holy Ghost, നിങ്ങളെ വെളിപ്പെടുത്തും. I will reveal you. It's a promise. അതൊരു വാഗ്ദത്തമാണ്. It's a commandment. Amen. ഇതൊരു commandment ആണ്. Amen. ഇതൊരു commandment. This is a commandment. ഇതൊരു കൽപ്പനയാണ്. This is a commandment. എന്നോട് കർത്താവ് പറയുന്നു, ഇന്ന് ചില പ്രോമിസുകൾ ദൈവം നിങ്ങളുടെ ലൈഫിൽ റിലീസ് ചെയ്യുക. Today God is releasing some promises in your life. നിങ്ങൾ വേദനയിൽ ഇരുന്നപ്പോൾ, When you are in pain, നിങ്ങൾ ഒറ്റപ്പെട്ടിരുന്നപ്പോൾ, when you are alone, അവൻ നിങ്ങളുടെ നടുവിൽ വന്നിട്ട് He came in your midst. നിങ്ങൾക്കൊരു പ്രോമിസ് തന്നില്ലേ? He gave you a promise. നിങ്ങൾക്കൊരു പ്രോമിസ് തന്നില്ലേ? gave you a promise. ഞാൻ നിന്നെ ക്യാരി ചെയ്യാം, I will ഞാൻ carry നിന്നെ you. കൊണ്ടെത്തിക്കാം, I will make ഞാൻ you നിനക്ക് rich. അത്ഭുതം തുറക്കാം, I will make ഞാൻ you a നിന്നെ miracle. അതിശയമായി നടത്താം. I will make ആ you a പ്രോമിസിലേക്ക്, Amen. ആ That പ്രോമിസിലേക്ക് to that ഈ promise. 2021 സഭ ചലിക്കാൻ പോകുകയാണ്. Church of God is കരമടിച്ചോ, ശബ്ദം ഉയർത്തിയോ, Amen. ഇന്ന് പകൽ അതിനെ സ്വീകരിക്കുക. It's a promise.
Amen. അതൊരു വാഗ്ദത്തമാണ്. It's a promise. അതൊരു വാഗ്ദത്തമാണ്. It's a promise. അതൊരു വാഗ്ദത്തമാണ്. ഇന്ന് പകൽ പറയാൻ കഴിയുമോ എനിക്കൊരു പ്രോമിസ് ഉണ്ടെന്ന്? Today can you say that I have a promise? എന്റെ യേശു എനിക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടെന്ന് പറയാൻ My കഴിയുമോ? Jesus has given me a promise. Can you say that? അതൊന്ന് പറഞ്ഞേ, എനിക്കൊരു പ്രോമിസ് ഉണ്ട്. Can you say that I have a promise? അടുത്തയാളോട് പറഞ്ഞേ, എനിക്കൊരു പ്രോമിസ് I ഉണ്ട്. have a promise. എന്റെ യേശു എനിക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ട്. My God has given me a promise. It's not a message. Amen. അതൊരു മെസ്സേജ് It's അല്ല. not a teaching. അതൊരു ടീച്ചിങ് It's അല്ല. not a prophecy. അതൊരു prophecy ഇത് അല്ല. എന്നോട് പറഞ്ഞ പ്രോമിസ് ആണ്. This is the promise which my Jesus has told me. ഞാൻ മാറിപ്പോയാലും പ്രോമിസ് മാറത്തില്ല. Even if I change, His promises will never change. ഞാൻ പിന്തിരിഞ്ഞാലും പ്രോമിസ് മാറത്തില്ല. Even if I go behind, His promises will never go അവൻ back. അത് നിവർത്തിക്കും. He will fulfill that. എന്റെ കർത്താവ് എനിക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ട്. My Jesus has given me a promise. അത് എന്റെ സാമ്പത്തിക ലെവൽ നോക്കിയിട്ട് തന്നതല്ല. It is not to my financial sector. അത് എന്റെ മിനിസ്ട്രി നോക്കിയിട്ട് തന്നതല്ല. It is not to my ministry. അതെന്റെ പ്രസംഗത്തിന്റെ ക്വാളിറ്റി കണ്ടിട്ട് It is തന്നതല്ല. not seeing my quality of my sermon. ഞാൻ 10 സ്റ്റേജിൽ പോയപ്പോ തന്നതല്ല. It is not when I went to 10 stages. എന്നെ ഒന്നിനും കൊള്ളാത്തവനെന്ന് ലോകം എഴുതി തള്ളിയപ്പോൾ, When the world rejected me, telling that I am ഇതോടെ useless. നീ അവസാനിച്ചു എന്ന് സമൂഹം വിധി When എഴുതിയപ്പോൾ, the society told that I will come to an end. ഇനി ഒരിക്കലും നീ തിരികെ വരില്ലെന്ന് സാഹചര്യം എനിക്കെതിരെ പറഞ്ഞപ്പോൾ, When the circumstances told me that you will never get up again. അദ്ദേഹം എനിക്കൊരു പ്രോമിസ് തന്നു. He gave me a promise. അദ്ദേഹം എനിക്കൊരു He പ്രോമിസ് gave തന്നു. me a promise. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടോ Today all of നിങ്ങളെ you- കുറിച്ച് ദൈവത്തിന് ഒരു പ്രോമിസ് ഉണ്ടെന്ന്? Today, are you understanding that you have a promise? ദൈവം നിങ്ങൾക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ട്. God has given you a promise. ഇതൊരു പ്രോമിസാ. This is a promise. ഇതൊരു പ്രോമിസ്. This is a promise. But I promise you this, the Holy Spirit will come. Amen. ഞാൻ നിങ്ങൾക്കൊരു പ്രോമിസ് തരാം. I'm giving you a promise. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. Holy Spirit will come upon you. ഞാൻ നിങ്ങൾക്കൊരു പ്രോമിസ് തരാം. I'm giving you a promise. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. Holy Spirit will come upon you. When the Holy Spirit will come upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ and you will be filled with power. നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട്, You will be filled with the power. നിങ്ങൾ ശക്തിയാൽ നിറഞ്ഞിട്ട്, When the Holy Spirit will come upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ you will be filled with power. നിങ്ങൾ ശക്തിയാൽ നിറയും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു. When Holy Spirit comes inside of you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു. when Holy Spirit comes upon you, നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നേ? what happens? എനിക്ക് ഇപ്പോഴാണ് സംശയമായത്. Some people are doubting now. നോ ഡൗട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു. Amen. നിങ്ങൾ എന്തേലും പറഞ്ഞ പ്രതികരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു. Have you received Holy Spirit? നീതുവിന്റെ മേൽ വന്നു. എങ്കിൽ അടുത്ത കാര്യം എന്താണെന്നറിയോ നീതു? Do you know what happens next once you receive Holy Spirit? I promise you. ഞാൻ നിങ്ങളോട് നീതുവിനോട് യേശു പറയുന്നതാണ്. I promise you. To you God is promising. When the Holy Spirit will come upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ and you be filled with power. നിങ്ങൾ അവന്റെ ശക്തിയാൽ നിറയും. ഇപ്പോൾ നീ ഫിൽ ചെയ്തിരിക്കുന്നത് പവർ ആണ്. Amen. What is filling inside you is His power. You will be filled with power. Amen. നിങ്ങൾ ശക്തിയാൽ നിറയും. പിന്നെ നിങ്ങൾ ഒരു പേഴ്സൺ അല്ല, നിങ്ങൾ ഒരു പവർ ആണ്. Then you are no longer a person, you are the power of God. പിന്നെ നിങ്ങൾ ഒരു പേഴ്സൺ അല്ല, you are a power. Amen. You are no longer a person, then you are the power of God. നിങ്ങൾ ഒരു വ്യക്തിയല്ല, നിങ്ങൾ ഒരു ശക്തിയാണ്. You are not a person, you are the power. അടുത്തയാളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞേ, നീ ഒരു വ്യക്തിയല്ല, നീ ഒരു ശക്തി. You are not a person, you are the power. You are the power. Amen. നിങ്ങൾ ഒരു ശക്തിയാണ്. കുഞ്ഞുങ്ങളെ, you are the power. നിങ്ങൾ ഒരു ശക്തിയാണ്. You are the power. നിങ്ങൾ ഒരു ശക്തിയാണ്. You are the power. നിങ്ങൾ ഒരു ശക്തിയാണ്. കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. Many earthquakes happened in Kerala recent week. ഭയങ്കര ജലപ്രളയം ഉണ്ടായി. Many floods happened. സെക്കൻഡ് കൊണ്ട് വലിയ വീടുകൾ വെള്ളം എടുത്തോണ്ട് പോയി. Even it took away gigantic houses in just seconds. വലിയ വലിയ ബ്രിഡ്ജുകൾ എടുത്തോണ്ട് പോയി. Big bridges were drawn in that flood. വലിയ വലിയ കാറുകൾ എടുത്തോണ്ട്. Big cars were drawn in that flood. ആരെങ്കിലും പറഞ്ഞു ഞങ്ങൾ ഇതിനെ പിടിച്ചു നിർത്തുമെന്ന്? Did anyone told that I will stop that? എല്ലാരും നോക്കി നിന്നു. Everyone were just watching. കാരണം എന്താണെന്നറിയോ? Do you know why? അതിനെ തടയാൻ കഴിയില്ല. Nobody can stop that കാരണം power. അത് പവറാ. Because that is a power. നോക്കി നിൽക്കാനേ കഴിയൂ.
We just can look at that. ഇന്ത്യ നോക്കി നിൽക്കുമ്പോൾ, India is watching. ഇന്ത്യ നോക്കി നിൽക്കുമ്പോൾ, When the India is watching ഇന്ത്യൻ മണ്ണിലൂടെ in the Indian soil, ഒരു തലമുറ a generation filled with power, ശക്തിയാൽ filled with power. Amen. They are moving, Amen. അവർ they are ചലിക്കുകയാണ്. speaking, Amen. they are saying, they are prophesying, filled with power. Amen. ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞ അത് ഞാനാണ്, Today proclaim that that person is me. അത് ഞാനാണ്, That person is me. അത് ഞാനാണ്. That person is me. It's a promise. Amen. ഇത് അപ്പോസ്തലന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞതല്ല. This is not something which the God has told to apostles just to make them glad. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുക. I am promising you. കർത്താവ് നിങ്ങൾക്ക് തന്ന ഒരു പ്രോമിസ്. This is the promise God has given you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. When Holy Spirit will come upon you, When you be filled with power, നിങ്ങൾ ശക്തിയാൽ നിറയപ്പെടും. and you will be my witness നിങ്ങൾ എന്റെ സാക്ഷികളായി മാറും. to Jerusalem, ജെറുസലേമിലും throughout Judea, യൂദയിലും the distant provinces, even to the remotest place on earth. Amen. ഭൂമിയുടെ അറ്റത്തോളവും. ഭൂമിയുടെ അറ്റം എന്ന് പറയുന്നത് റിമോട്ടസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് പ്ലേസുകളിൽ, Amen. ആരും ചെന്നെത്താത്ത സ്ഥലത്ത്, Amen. Even in the places where no one can reach, ആരും കടന്നു ചെല്ലാത്ത സ്ഥലത്ത്, even in the isolated places where no one can reach. നിങ്ങളൊരു പാസ്റ്ററായി പോകുമെന്നല്ല, It is not that you will go as a pastor, നിങ്ങളൊരു ഇവാഞ്ചലിസ്റ്റ് ആയി not പോകുമെന്നല്ല, that you will go as an evangelist, നിങ്ങളൊരു അപ്പോസ്തലനായി not that പോകുമെന്നല്ല, you will go as an apostle, നിങ്ങളൊരു ടീച്ചറായി പോകുമെന്നല്ല, Not that you will go as an- നിങ്ങളൊരു പവറായി you പോകുമെന്നല്ല. will go as the power of God. നിങ്ങളൊരു പവറായി. You will go as the power. ഇന്ന് ആ ഒരു അഭിഷേകം, ആ ഒരു ട്രൂത്ത് നിങ്ങളിൽ റിലീസ് ആകും. Today that anointing, that truth is being released in you. അങ്ങനെ ഒരു ഇലത്തിലേക്ക് നിങ്ങൾ മാറുമ്പോൾ When you shift into that realm, നിങ്ങൾ വിറ്റ്നസ് ആവും. you will become witness. ആരാണ് വിറ്റ്നസ്? Who is the witness? ആരാണ് വിറ്റ്നസ്? Who is the witness? കോടതിയിൽ വിറ്റ്നസ് ഉണ്ട്. There is a witness in court. ഇപ്പൊ കോടതിയിൽ ഒരു കൊലപാതക കേസിൽ പ്രതിയെ കൊണ്ടുവന്നാൽ വിറ്റ്നസ് വരും. When a person commits a murder and they are taken into court, a witness will come. സാക്ഷിയെ കൊണ്ടുവരും. They will bring a witness. സാക്ഷി ഒരിക്കലും പറയാറില്ല, The witness will never say, ഈ കൊലപാതകം കണ്ട ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടിട്ട് വന്നിരിക്കുക. the witness will never say that someone has told me, someone who saw the murder told me. That he will never say. ഈ പ്രശ്നം കണ്ട ഒരാൾ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, അത് കേട്ടിട്ട് ഞാൻ വന്നിരിക്കുക. The person who saw the murder told me the day before, the day later, that because of hearing that I came here. വിറ്റ്നസ് എന്ന് പറയുന്നത് അതല്ല. Witness is not that. ആ ലൈവ് സമയത്ത്, ആ പ്രസന്റ് സ്റ്റേജിൽ ഉള്ളയാളാണ് വിറ്റ്നസ്. Witness is a person who is there in that present moment. അവൻ അത് കണ്ടയാളാണ്. He is the person who saw that. അവൻ അത് അനുഭവിച്ചയാളാണ്. He is the person who experienced യേശു that. പറയാ, ഞാൻ നിങ്ങൾക്കൊരു പ്രോമിസ് തരാം. Jesus is telling, I will give you a promise. ആരോ പറയുന്നത് കേട്ട് പറയുന്ന തലമുറയല്ല നിങ്ങൾ. Not a generation who will say something by hearing from ആരോ someone. പറഞ്ഞത് പറയുന്ന തലമുറയല്ല നിങ്ങൾ. You are not a generation who will say something someone has already told. നിങ്ങൾ ലൈവായി പറയാൻ You പോകുകയാണ്. are going to do it live. കർത്താവിനോട് പറയുന്നു, ലൈവായ ഒരു മിനിസ്ട്രി, Amen. A live ministry. ലൈവായ ഒരു മിനിസ്ട്രി, A live ministry. കിങ്ഡവും എർത്തും ഒരുപോലെ കണക്ട് ചെയ്യുന്ന ഒരു മിനിസ്ട്രി, A ministry where the heavenly kingdom and earth will connect together. അത് കണ്ടിട്ട് പറയുന്ന ഒരു മിനിസ്ട്രി. A ministry you will see and say. അതിനകത്ത് ലാഗില്ല. There is no lag in there. ലൈവ, It is live. ലൈവ. It is a live ministry. ഇന്നത്തെ കളി നാളെ വീണ്ടും ടെലികാസ്റ്റ് ചെയ്യുന്നത് ഒരു പേരുണ്ടല്ലോ, ഹൈലൈറ്റ്സ്. അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും, പക്ഷെ അത് ഇന്ന് നടന്ന പ്ലേ അല്ല. You might have seen something which has happened yesterday. They will play it today. അത് ഇന്നലെ നടന്നതാ. That has happened yesterday. നമുക്ക് അങ്ങനെ ഒരു മിനിസ്ട്രി ഇല്ല. We don't have such a ministry.
നിങ്ങൾ പറഞ്ഞ അങ്ങനൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനൊന്നും Say ഞങ്ങൾക്കില്ല. that such a Amen. ministry is not there for me. ഇന്നലത്തെ പരിപാടി ഇന്ന് റീടെലികാസ്റ്റ് നമുക്കില്ല. I will Amen. not telecast the programs which happened yesterday. 2000 പെന്തക്കോസ്തിന്റെ പരിപാടി 2021 കൊണ്ടുവന്ന് റീടെലികാസ്റ്റ് ഞങ്ങൾക്കില്ല. We are not Amen. going to retelecast something which has ഞങ്ങളെ happened before. കാണുന്നവർ എന്ത് വിചാരിച്ചാലും ഞങ്ങൾക്ക് അതൊരു വിഷയമേ അല്ല. കാരണം ഇത് ഞങ്ങളുടെ റെവലേഷൻ ആണ്. 2000 ഒന്ന് റീടെലികാസ്റ്റ് ചെയ്യാനല്ല ഈ തലമുറ വന്നിരിക്കുന്നത്. ഈ തലമുറ വിറ്റ്നസ്സുകളായി മാറാൻ പോകുകയാണ്. ദൈവരാജ്യത്തിന്റെ ക്രിസ്തുവിന്റെ Oh, Jesus Lord. പെന്തക്കോസ്തിൻ നാളിൽ ചെയ്തതുപോലെ അഗ്നിയിൻ നാവുകൾ പൊലിഞ്ഞിടുമേ. HK is the witness of the kingdom of God. ചെയ്തതുപോലെ അഗ്നിയിൻ നാവുകൾ പൊലിഞ്ഞിടുമേ. ലൈവായി ശുശ്രൂഷിക്കുന്ന, ലൈവായി മൂവ് ചെയ്യുന്ന, ലൈവായി ചലിക്കുന്ന, ലൈവായി പ്രവചിക്കുന്ന, ലൈവായി പ്രസംഗിക്കുന്ന, ലൈവായി മൂവ് ചെയ്യുന്ന ഒരു തലമുറ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നു. യേശു പറയുന്നു, this is my promise, you are the witness in this generation. എங்கள் മേലെ ஊற்றிடுமே உன் அக்கினியே இந்த நாளில் எங்கள் மேலே வல்லமையோடு ஊற்றிடுவே. உன் வல்லமையே இந்த நாளில் எங்கள் மீதே ஊற்றிடுவே. உன் அக்கினியே இந்த நாளில் எங்கள் மீதே வல்லமையோடே வல்லமை வல்லமை தாருமை தேசத்தை உமக்காக கலக்கிட அபிஷேகம் அபிஷேகம் ஊற்றுமே அதை கொண்டு உமக்காக எழுந்திட வல்லமை 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 வாழுமே தேசத்தை உமக்காக கலக்கிட அபிஷேகம் அபிஷேகம் ஊற்றுமே அதை கொண்டு உமக்காக எழும்பிட. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു 2021 ലൈവ് മിനിസ്ട്രി ചെയ്യാൻ, ഹോളി സ്പിരിറ്റിന്റെ ലൈവ് മിനിസ്ട്രി ചെയ്യാൻ പരിശുദ്ധാത്മാവിൽ ചിലരെ ആവശ്യമുണ്ട്. ഈ പകൽ വിളിച്ചു പറയുക, അത് ഞാനാണ്. I am prophesying to you in 2021, Holy Spirit needs something to do his live ministry. Holy Spirit is choosing you. Say that person is me. Amen. റീടെലികാസ്റ്റിംഗ് ഇല്ല, There is no retelecasting. റിപ്ലൈ ഇല്ല. നിങ്ങളുടെ ചിന്തകൾക്കകത്ത് ഇതൊരു വിത്തായിട്ട് വീഴട്ടെ. Let it be a seed in your thoughts. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, I'm telling you again, നിങ്ങളിൽ നിന്ന് from you, ഇതുവരെ ഭൂമി കാണാത്ത something which the earth has never ഒരു witnessed, പുതിയ മിനിസ്ട്രി a new ministry. പരിശുദ്ധാത്മാവിനെ ഓപ്പൺ ചെയ്യിക്കാൻ Holy Spirit is opening. Amen. അതിന്റെ ഇനാഗുറേറ്റർ നിങ്ങളായിരിക്കും. You will be the inaugurator of that ministry. Amen. അതിലേക്ക് നിങ്ങളുടെ സ്പിരിറ്റ് മാനെ നിങ്ങൾ സെറ്റ് ചെയ്യണം. To that level, you should tune your spirit man. നമ്മൾ ഒന്നിന്റെ റീടെലികാസ്റ്റിംഗ് ആകരുത്. We don't be the telecaster of someone else's ministry. ഹോളി സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷൻസ് ആയി മാറണം. You must become the manifestations of Holy Spirit. Amen. അത് ഏത് മിനിസ്ട്രിയാന്ന് എനിക്കറിയില്ല. I don't know what ministry that is. അത് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. I don't know how it will be. അത് ഭൂമിക്ക് വെളിപ്പെടുത്തേണ്ടത് നീതുവാണ്. It is you who must reveal that in this world. അത് ഭൂമിക്ക് വെളിപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. It is you who must reveal in this world. അത് ഭൂമിക്ക് വെളിപ്പെടുത്തേണ്ടത് ഷീനയാണ്. That is you who must release that in this അത് world. ഭൂമിക്ക് വെളിപ്പെടുത്തേണ്ടത് ഷഹാനയാണ്. That is you who must release in that അത് world. ഭൂമിക്ക് വെളിപ്പെടുത്തേണ്ടത് റോജയാണ്. That is you who must release that അത് in this ഭൂമിക്ക് world. വെളിപ്പെടുത്തേണ്ടത് ജോയാണ്. That is you who must release അത് that in ഭൂമിക്ക് this world. വെളിപ്പെടുത്തേണ്ടത് അരുംബാസ്റ്ററാണ്. That is you who must release in this world. അത് ഭൂമിക്ക് വെളിപ്പെടുത്തേണ്ടത് ജദിനാണ്. That is you who must release that അത് in this എങ്ങനെ world. ഇരിക്കുമെന്ന് ചോദിച്ചാൽ പെന്തക്കോസ്തൽ ചരിത്ര പുസ്തകം വായിച്ചാൽ കിട്ടത്തില്ല. റിവൈവൽ ചരിത്രം വായിച്ചാൽ കിട്ടത്തില്ല. കാരണം അത് ഈ ഭൂമിക്ക് വെളിപ്പെട്ടു വരാൻ പോകുന്നു. ഞങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് ഈ പകൽ വിശ്വസിക്കുന്നു. അത്ഭുതങ്ങൾ ചിരലായി നടന്നിടുമേ. അത്ഭുതത്തിൻ ആവിയെ ഊറ്റവേറുമേ. അത്ഭുതങ്ങൾ ചിരലായി നടന്നിടുമേ. അത്ഭുതത്തിൻ ആവിയെ ഊറ്റവേറുമേ. അത്ഭുതങ്ങൾ ചിരലായി നടന്നിടുമേ. അത്ഭുതത്തിൻ ആവിയെ
ഓ അന്ധകാര സംഗതികൾ അറുതിടുവേ അഗ്നിയെ ഊറ്റിടുവേ ഓ അന്ധകാര സംഗതികൾ അറുതിടുവേ അഗ്നിയെ ഊറ്റിടുവേ ഊറ്റിടുവേ உன் வல்லமையே இந்த நாளில் எங்கள் மேலே ஊற்றிடுவே உன் அக்கினியே இந்த நாள் எங்கள் மேலே வல்லமையோடு ஊற்றிடுவே உன் வல்லமையே இந்த நாள் எங்கள் மேலே ஊற்றிடுவே உன் அக்கினியே இந்த நாளில் எங்கள் மீது வல்லமையோடு വിറ്റ്നസ്സുകളായി മാറാൻ പോവാ. You are going to become witness നിങ്ങൾ ചെല്ലുന്ന വീടുകൾ, wherever you go. നിങ്ങൾ ചെല്ലുന്ന ഓഫീസിൽ, In the office you go. നിങ്ങൾ ചെല്ലുന്ന പട്ടണങ്ങൾ, In the cities you go. നിങ്ങൾ അതിന്റെ വിറ്റ്നസ്സുകളായി മാറും. You are going to become the witness. ഇന്ന് പകൽ ആ പവർ നിങ്ങളിൽ ഫിൽഡ് ആകും. Today you are being filled with that power. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. I'm going to pray for you after telling one more thing. ഇതൊരു കമാൻഡ്മെന്റ് ആണ്. This is a commandment. ഇതൊരു കമാൻഡ്മെന്റ് ആണ്. This is a commandment. ആരാണോ ഈ കമാൻഡ്മെന്റ് സ്വീകരിച്ചത്, The one who received this commandment, അവരെല്ലാം ഒരു മൂവ്മെന്റ് ആയി മാറി. they become a great movement. കമാൻഡ്മെന്റ് കേട്ടവരല്ല, Not those people who heard the commandment, നല്ല പ്രോമിസ് ആയി എന്ന് പറഞ്ഞവരല്ല, not those who told that that commandment is good. ആ കമാൻഡ്മെന്റിന് വേണ്ടി തയ്യാറായോ? The one who got ready for that commandment. Acts first chapter പറയുന്നു is a commandment. In Acts first chapter it is mentioned that it is a commandment. അതൊരു രണ്ടാമത്തെ ചാപ്റ്റർ തൊട്ട് ഇന്ന് പകൽ വരെ പരിശുദ്ധൻ പറയുന്നു അത് വിശ്വസിച്ചവൻ ഒരു മൂവ്മെന്റ് ആയി മാറി. from the second chapter and towards till today Holy Spirit is telling that those who believed in that became a movement. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത ചലനം, A movement where no one can stop. ഒരു കോടതികൾക്കും അടച്ചു കളയാൻ കഴിയാത്ത A ചലനം, movement where no courts can not close. ഒരു മരണത്തിനും ഒതുക്കാൻ കഴിയാത്ത A ചലനം, movement where the death even cannot ഒരു stop. രാജാക്കന്മാർക്കും പിടിച്ചു നിർത്താൻ A കഴിയാത്ത ചലനം. movement where even the kings cannot stop. ഇന്ന് പകലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Even today that is happening. ഇന്ന് പകലും അത് സംഭവിക്കുന്നു. Even today that is happening. It's a commandment. അതൊരു കൽപ്പനയാണ്. വിശ്വസിക്കുന്നവൻ ഒരു മൂവ്മെന്റ് ആണ്. To those who believe it is a movement. ആ കരമെടുത്ത് നിങ്ങളുടെ ശിരസിൽ വെച്ചിട്ട് പറയണം, Place your hands on your head and say, ഈ കമാൻഡ്മെന്റ് എന്റെ മേൽ ദൈവം തന്നിരിക്കുന്നു. God has given this commandment in me. ഞാൻ ഇത് വിശ്വസിക്കുന്നു. I believe in this commandment. ഞാനൊരു മൂവ്മെന്റ് ആയി മാറുക. I will become a movement. ഞാനൊരു ചലനമായി മാറുക. I will become a movement. ഞാൻ ആത്മാവിന്റെ ചലനമാണ്. I am a movement of spirit. ജിജോ ബ്രദർ, നിങ്ങൾ ആത്മാവിൽ ചലിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ നിങ്ങളാണ് ദൈവരാജ്യത്തിന്റെ മുന്നേറ്റം. Do you know when you move in spirit, then you are the movement of God, heavenly kingdom. You are the movement of the kingdom of God. Amen. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ചലനമാണ്. ദൈവരാജ്യം എങ്ങനെയാ ചലിക്കുന്നേ? How the heavenly kingdom move? ദൈവരാജ്യം എങ്ങനെയാ How വിശാലമാകുന്നത്? the heavenly kingdom expands? നീ മൂവ് ചെയ്യുമ്പോൾ When you move, നിങ്ങളാണ് ഈ തലമുറയിലെ ദൈവരാജ്യത്തിന്റെ മുന്നേറ്റം. you are the movement of heavenly kingdom in this generation. ആ കരമെടുത്ത് ശിരസിൽ വെച്ചിട്ട് പറഞ്ഞേ, I am the movement of the kingdom of God. I am the movement of kingdom of God. ഞാൻ ചലിക്കുമ്പോൾ അവന്റെ രാജ്യം ചലിക്കുന്നു. I move, his kingdom will move. ഞാൻ യാത്ര ചെയ്യുമ്പോൾ അവന്റെ രാജ്യം വിശാലമാകുന്നു. I travel, his kingdom will expand. I am the movement of his kingdom. Amen. ഞാൻ ദൈവരാജ്യത്തിന്റെ ചലനമാണ്. നിങ്ങൾ എത്ര വാല്യുബിളാ? Do you know how valuable you are? നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളോട് തന്നെ ഒരു എന്താ പറയുക, Proud. ഒരു പവർ തോന്നുന്നില്ലേ? Amen. ഈ നമ്മളാണ് This we തകർന്നവരായി, become weak, നിരാശപ്പെട്ടവരായി, disappointed, ഇനി എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല. hopeless. അപ്പോഴും പരിശുദ്ധന്മാർ നിങ്ങളോട് സംസാരിക്കുന്നു. Till then Holy Spirit is talking to you. You are the movement of his kingdom. Amen. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ചലനമാണ്. Don't stuck here. Amen. Don't stuck here. നീ ഇവിടെ സ്റ്റക്ക് ആകരുത്. Don't be stuck in here. Don't stop there. നിങ്ങൾ അവിടെ നിൽക്കരുത്. Move. Move. ചലിക്കുക. Move. ചലിക്കുക. Because your movement is the kingdom of God. Move. കാരണം നിങ്ങളുടെ ചലനം ദൈവരാജ്യത്തിന്റെ ചലനമാണ്. Peter. Amen. പത്രോസേ, Move. ചലിക്കുക.
കാരാഗ്രഹത്തിൽ രണ്ട് കൈയും ചങ്ങലധാരിയായി കിടക്കുന്ന പൗൽ പറയുന്നു, this is my movement. Paul, who is bound by chains in the prison, he is telling that Ethan and Salanam, this is my movement. അവർ കൂടിയിരുന്നപ്പോൾ പരിശുദ്ധന്മാർ അവരെ വേർതിരിച്ചിട്ട് പറഞ്ഞു, പോകുക. When they were in the upper room gathered together, Holy Spirit told them and separated them and told that you go. നിങ്ങൾ ഒതുങ്ങരുത്. You don't be limited. ഒരു റൂമിനകത്ത് ഒതുങ്ങരുത്. You don't be limited inside this room. റൂമിനകത്ത് ഒതുങ്ങരുത്. You don't be limited inside അവർ this പറഞ്ഞു, room. പോകുക. Holy Spirit told you go. Move. Move. ചലിക്കുക. ചലിക്കുക. Move. ചലിക്കുക. Move. കഷ്ടതയ്ക്കകത്ത് നീ ആത്മാവി ചലിക്കുക. Even in the problems, you move in spirit. എത്ര പ്രതിസന്ധി നിന്റെ തോളിൽ എടുത്തിട്ടാലും, Even so many problems are upon your shoulder. മാനവലോകത്തിന്റെ പാപം മുഴുവൻ യേശുവിന്റെ തോളിൽ എടുത്തു വച്ചപ്പോഴും Jesus carried all the sins of അവൻ humanity അതിനെയും on his വഹിച്ചു shoulder. മൂവ് ചെയ്തു. Carrying that sins, he moved. Via Dolores എന്ന വിലാപപാതയിൽ അവൻ മൂവ് ചെയ്തു. He moved according to the will of അവർ Father. അവനെ അടിച്ചു തകർത്തു. When they beat them, ഉഴവ് ചാൽ പോലെ അവനെ വലിച്ചു കീറി. when they broke him, അപ്പോഴും അവൻ മൂവ് ചെയ്തു. till then he moved. എന്തെന്നറിയോ? You know why? ഇതിന്റെ ക്ലൈമാക്സ് റിസറക്ഷൻ ആണ്. Its climax is resurrection. Move. ചലിക്കുക. ഇന്ന് പകൽ പറഞ്ഞേ, Today say that. ഏത് സാഹചര്യത്തിന്റെ നടുവിലും In midst of any circumstances, പരിശുദ്ധാത്മാവ് എന്നെ ചലിപ്പിക്കും. Holy Spirit will make me move. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും. Holy Spirit is talking. അരവിന്ദ് ബാസിന് പരിധിയുണ്ട്. അരവിന്ദ് ബാസ് സംസാരിക്കുന്നതിന് പരിധിയുണ്ട്. When I talk, there is limitations. Right now, the Holy Spirit is going to be speaking. Amen. എനിക്കറിയാം പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് സംസാരിക്കുകയാണ്. Like a person, speak with you. Holy Spirit is ഒരു communicating. വ്യക്തിയെ പോലെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇന്നോട് ആശയവിനിമയം നടത്തുകയാണ്. Oh Lord, here I am. Oh Lord, here I am. Oh Lord, here I am. Is a commandment. ഇതൊരു കൽപ്പനയാണ്. ഇത് വിശ്വസിക്കുന്നവൻ മൂവ്മെന്റ് ആണ്. To those who believe, it is a movement. അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ In Acts chapter 2, യേശു പ്രോമിസ് ചെയ്ത പരിശുദ്ധാത്മാവ് വന്നു. when Jesus promised, Holy Spirit came upon them. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. To each one of them, Holy Spirit manifested. തളർന്നിരുന്ന തോമസിന്റെ മേൽ പരിശുദ്ധാത്മാവ് റെസ്റ്റ് ചെയ്തു. To the Thomas who was weak, Holy Spirit rested upon him. പരിശുദ്ധാത്മാവ് നിന്നിൽ റെസ്റ്റ് ചെയ്യും. Holy Spirit is resting inside of you. പരിശുദ്ധാത്മാവ് നിന്നിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. Holy Spirit is resting upon you. He rested upon you. He is resting upon you. നിങ്ങളിലാണ് അവൻ റെസ്റ്റ് ചെയ്യുന്നത്. They filled with power. Amen. അവർ ശക്തിയാൽ നിറഞ്ഞു. They filled with power. അവർ ശക്തിയാൽ നിറഞ്ഞു. You know what is the miracle? What is the miracle? നിങ്ങൾക്കറിയാമോ എന്താണ് അവിടുത്തെ അത്ഭുതമെന്ന്? What is there happening? അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? When they opened the door. When they opened the door. അവർ ആ കതക് തുറന്നപ്പോൾ All nations എല്ലാ രാജ്യങ്ങളും present at the Pentecost. അവിടെ സന്നിഹിതരായിരുന്നു. എല്ലാ ഭാഷയിൽ നിന്നും, all the language, എല്ലാ വംശത്തിൽ നിന്നും, all the culture, എല്ലാ രാജ്യങ്ങളിൽ നിന്നും all the countries, ഉള്ളവർ മാർക്കോസിന്റെ മാളിക റൂമിൽ വന്നു. all of them gathered together. Nations are present in the day of Pentecost. പെന്തക്കോസ്ത് നാളിൽ ആ രാജ്യങ്ങൾ അവരുടെ മുന്നിൽ വന്നു. When you fill with the Holy Ghost, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ, when you fill with the Holy Ghost, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ nations will come in your flat. രാജ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരും. Nations will present in your flat. രാജ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. Come on and receive this anointing. Amen. ഈ അഭിഷേകത്തെ പ്രാപിക്കുക. രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ പ്രസന്റ് ആകും. Nations നീ will come in front of you. കൾച്ചറുകളെ ബ്രേക്ക് ചെയ്യും. You will break all the നീ culture. ക്രോസ് കൾച്ചറിലേക്ക് പോകും. You will go. നീ ലാംഗ്വേജുകളെ ബ്രേക്ക് ചെയ്യും. Amen. നീ ഭാഷകളെ ബ്രേക്ക് ചെയ്യും. You will break all the language barriers. Receive this. Receive this. ഇത് പ്രാപിക്കുക.
കൾച്ചറുകൾ നമ്മൾ ബ്രേക്ക് ചെയ്യും. Yes. We will break all the Amen. cultures. ആത്മലോകം പലപ്പോഴും കൾച്ചറിനകത്ത് നിൽക്കുക. Every time the spiritual world is confined in this culture. കേരളത്തിന് ഒരു കൾച്ചർ ഉണ്ട്, There is a culture in Kerala. പെന്തക്കോസ്റ്റിന് ഒരു കൾച്ചർ ഉണ്ട്. There is a culture in Pentecost. അതാണ് സ്പിരിച്വാലിറ്റി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. That is what the spiritual people believe. അതുകൊണ്ട് അവരെല്ലാം അതിനകത്ത് ഒതുക്കുക. Because they all are limited inside of പക്ഷേ that. ഇന്ന് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്കൊരു കൾച്ചർ ഉണ്ട്. So today I am telling you, you have a culture. ആ കൾച്ചർ കേരളത്തിന്റെ കൾച്ചർ അല്ല, That is not the culture of Kerala. പെന്തക്കോസ്റ്റിന്റെ കൾച്ചർ അല്ല, That is not the culture of Pentecost. ദൈവരാജ്യത്തിന്റെ കൾച്ചറാണ്. That is a culture of heaven. ഇതിനകത്ത് ആരാധിക്കുന്ന എവരി ഫാമിലിയോട് ഞാൻ പ്രവചിക്കുന്നു, ദൈവരാജ്യത്തിന്റെ കൾച്ചറാണ് നിന്റെ കൾച്ചർ. To each one of my families I am prophesying, your culture is a culture of heavenly kingdom. Amen. അതിന് എന്തോ ഒരു കൾച്ചർ ഉണ്ടോ അത് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. What culture is in heavenly kingdom, that must be in your house. അല്ലാതെ ഞങ്ങൾ മലയാളിയാണ്, ഞങ്ങൾ തിരുവനന്തപുരത്തുകാരനാണ്, ഞങ്ങൾ കൊച്ചിക്കാരനാണ്, ഞങ്ങൾ കണ്ണൂരുകാരനാണ്, പിന്നെ ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഇന്ന ചർച്ചക്കാരാണ്, ഞാൻ അതിനെ ബ്രേക്ക്. Amen. Not that I am from Kerala, I am a Malayali, I am from this city, I am having നിങ്ങൾ this. എപ്പോഴെങ്കിലും അങ്ങനെ ഒന്നിലേക്ക് കയറിയാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. If you come into any of these cultures, then you are blocking Holy Spirit. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരു ബാസ്ക്കറ്റിനകത്തിടാൻ വന്നതല്ല, ആത്മാവിന് വേണ്ടി എന്തുമായി തീരാൻ വന്നവരാണ്. You are not a person to limit Holy Spirit, but to become everything for the Spirit. നമ്മുടെ മീറ്റിംഗിന്റെ 2.5 മണിക്കൂറിൽ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ വന്നവരല്ല, നമ്മുടെ ഹോൾ ലൈഫ് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തിട്ട് അവൻ ഉപയോഗിക്കാൻ തക്കവണ്ണം ഞാനും നീയും മാറി തീരുവാൻ വന്നവരാണ്. Amen. You are not a person to use Holy Spirit only on your preachings, but to live in the Spirit or your entire life. ഇന്ന് പകൽ നമുക്ക് പ്രവചിക്കാം, നമ്മൾ കൾച്ചറിനെ ബ്രേക്ക് ചെയ്യും. Today let's prophesy, we will break those cultures. ഒരുമിച്ച് പറഞ്ഞേ, കൾച്ചറിനെ ബ്രേക്ക് ചെയ്യും, We will break those cultures. ലാംഗ്വേജിനെ ബ്രേക്ക് ചെയ്യും. കാരണം യേശു പറഞ്ഞു, the entire part of the earth, the outermost part of the earth, you will be witness when you receive the power. Because Jesus told that when you receive the power of God, you will become witness to the end of the earth. ആ ഒരു അനോയിന്റിംഗ് ഇവിടെ മൂവ് ചെയ്യുന്നു. That anointing is ആ ഒരു അനോയിന്റിംഗ് ഇവിടെ മൂവ് ചെയ്യുന്നു. that anointing is moving. രാജ്യങ്ങൾ നിന്റെ മുൻപിൽ ബ്രേക്ക് ആകാനിരിക്കുമ്പോ നിന്റെ വീട്ടിലെ പ്രശ്നം നിന്നെ തളർത്തരുത്. Amen. The problems in your home should not limit you when countries are waiting for you. സാത്താന്യ സാമ്രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ പരാജയപ്പെടാനിരിക്കുമ്പോ നീ ചെറിയ കാര്യത്തിൽ പരാജയപ്പെടരുത്. Don't be a failure in smaller things when the entire demonic world is going to fail in front of you. ആ പരിശുദ്ധാത്മാ മൂവ് ചെയ്യുന്നു. Holy Spirit is moving. Acts 2-ൽ അപ്പോസ്തലർ 2-ാം അധ്യായം, In Acts of Apostles chapter 2, പത്രോസ് ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ, when Peter filled with Holy Ghost, അപ്പോസ്തലന്മാർ ആത്മാവിനാൽ ശക്തി, when all the apostles get power through Holy Ghost, all nations എല്ലാ രാജ്യവും are present. അവിടെ സന്നിഹിതരായിരുന്നു. അവിടെ സന്നിഹിതരായിരുന്നു. അവിടെ സന്നിഹിതരായിരുന്നു. അവിടെ സന്നിഹിതരായിരുന്നു. ഇതാണ് end time revival. This is the end time revival. All nations, എല്ലാ രാജ്യങ്ങളും, all types, എല്ലാ all വിഭാഗക്കാരും, languages, എല്ലാം, all the peoples, എല്ലാ ഭാഷക്കാരും, they are present they will be present. in the power of Holy Spirit. Amen. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. Who is carrying this? ആരാണ് ഇതിനെ വഹിക്കുന്നത്? Is me. അത് ഞാനാണ്. Amen. ദൈവസഭയിൽ എഴുന്നേൽക്കാം. Let's stand in the presence of God. നമ്മിൽ തന്ന ശക്തിയാ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നടത്തുന്നോനെ. നമ്മിൽ തന്ന ശക്തിയാ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നടത്തുന്നോനെ. കരുണയിൻ സമ്പന്നനോ സ്നേഹിച്ച മഹാസ്നേഹമോ കൃപയാലേ ഉളവായ ദാനമല്ലോ. കരുണയിൻ സമ്പന്നനോ സ്നേഹിച്ച മഹാസ്നേഹമോ കൃപയാലേ ഉളവായ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥിക്കുക. Hallelujah, hallelujah,
when you be filled with the power of Holy Ghost, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുമ്പോൾ you are not a person, നിങ്ങൾ ഒരു സാധാരണ ക്രിസ്ത്യാനിയല്ല. you are a power. നിങ്ങൾ ശക്തിയാണ്. You are a power. നിങ്ങൾ ശക്തിയാണ്. Believe this. വിശ്വസിക്കുക. Receive this word. പ്രാപിക്കുക. I'm a power. Amen. I'm a power. ഞാൻ ശക്തിയാണ്. I'm a power. ഞാൻ ശക്തിയാണ്. I'm a moving power of God. ഞാൻ ചലിക്കുന്ന ദൈവത്തിന്റെ ശക്തി. I'm a moving power of God. ഞാൻ ചലിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. നമ്മിൽ തന്ന ശക്തിയാ സ്വീകരിക്കുക. ചോദിച്ചതിലും സ്വീകരിക്കുക. Receive this. സ്വീകരിക്കുക. Receive this. പരമായി നടത്തുന്നോരേ നമ്മിൽ തന്ന ശക്തിയാ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നടത്തുന്നോരേ മഹിമയും സമ്പന്നനോ സ്നേഹിച്ച മഹാസ്നേഹമോ കൃപയാലേ ഉളവായ ദാനമല്ലോ കരുണയും സമ്പന്നനോ സ്നേഹിച്ച മഹാസ്നേഹമോ കൃപയാലേ ഉളവായ ദാനമല്ലോ. ആ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ എന്നെ ശക്തീകരിക്കുക. ഹല്ലേലൂയ അങ്ങയുടെ വിറ്റ്നസ് ആകാം. ഹല്ലേലൂയ ദൈവരാജ്യത്തിന്റെ വിറ്റ്നസ് ആകാം. To become the witness of heavenly kingdom. ആ ലൈവ് മിനിസ്ട്രി ചെയ്യാം. To do that live ministry. ഞങ്ങളെ അഭിഷേകം ചെയ്യാം. Anoint us. We want you, Holy Spirit. Amen. ഹല്ലേലൂയ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, The Holy Spirit which ഞങ്ങളുടെ ക്യാരക്ടറുകൾ ചേഞ്ച് ചെയ്യുന്ന പരിശുദ്ധാത്മാവ് the Holy Spirit which changes our character. ഞങ്ങളിലേക്ക് വന്ന് ഞങ്ങളെ നിയന്ത്രിക്കണമേ. Come into us and control us. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ സാധ്യത ഞങ്ങൾ അറിയുന്നു. We know our possibilities. ഞങ്ങളിലെ ആത്മമനുഷ്യന്റെ അധികാരം ഞങ്ങൾ അറിയുന്നു. We know the authority of our spirit ഞങ്ങളുടെ man. ആത്മമനുഷ്യന്റെ ശക്തി ഞങ്ങൾ We അറിയുന്നു. know the power of our spirit man. യേശു ഞങ്ങളോട് പറഞ്ഞ പ്രോമിസ് ഞങ്ങൾ അറിയുന്നു. We realize the promises of യേശു Jesus in our ഞങ്ങൾക്ക് lives. നൽകിയ കമാൻഡ്മെന്റ് ഞങ്ങൾ അറിയുന്നു. We realize the commandments Jesus has given us. Today we receive the promise. ഇന്ന് ഞങ്ങൾ ഇത് പ്രാപിക്കുന്നു. Today we receive the commandment. ഇന്ന് ഞങ്ങൾ ആ കൽപ്പനകൾ പ്രാപിക്കുന്നു. ആ ഭയത്തിനകത്ത്, Inside that, ആ നിരാശയ്ക്കകത്ത്, inside that ആ disappointment, പ്രതികൂലത്തിനകത്ത് inside that problem, 50-ാമത്തെ ദിവസം inside പട്ടണങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ മൂവ് ചെയ്തെങ്കിൽ ആരാധന ഇത് ഞങ്ങളുടെ സമയമാണ്. ഇത് ഞങ്ങളുടെ സമയമാണ്. our time. ഞങ്ങൾ മൂവ് ചെയ്യേണ്ട സമയമായി. This is the time of our movement. ഞങ്ങൾ ആത്മാവിൽ മൂവ് ചെയ്യേണ്ട സമയമായി. It's the time of our movement in the spirit. ഞങ്ങൾ പ്രാർത്ഥനയിൽ മൂവ് ചെയ്യേണ്ട സമയമായി. It's our time to move in prayer. ഞങ്ങൾ പ്രൊഫറ്റിക്കൽ മേഖലയിൽ മൂവ് ചെയ്യേണ്ട സമയമായി. It's our time to move prophetically. ദൈവരാജ്യത്തെ ഭൂമിയിൽ സ്ഥാപിക്കാൻ To establish heavenly kingdom on this earth. പരിശുദ്ധാത്മാവ് ഇവിടെ ആക്കി വച്ചേക്കുന്ന ഞങ്ങളെയാണ്. Holy Spirit has designed us to do that. ഇന്ന് പരിശുദ്ധനോട് പറയുന്നു, Today Holy Spirit is telling me സ്റ്റക്കായിപ്പോയ ചില മേഖലകൾ മൂവ് ചെയ്യാൻ പോകുന്നു. some areas where it was stuck till today it is going to move. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ആത്മാവ് പ്രവചിക്കുന്നു. To all those people who are watching us, God is prophesying you. കഴിഞ്ഞ 4 മാസമായി നിന്നെ പിടിച്ചു നിർത്തിയ, For so long it has been made you stuck നിന്നെ somewhere. പിടിച്ചു നിർത്തിയ Some problems which has made you ആ stuck. ഒരു മേഖലയിൽ നിന്ന് നീ മൂവ് ചെയ്യാൻ പോകുന്നു. From that area you are going to move. ഇന്ത്യയോട് ഞങ്ങൾ പ്രവചിക്കുന്നു. To India we are prophesying. കോവിഡ് വൈറസ് പിടിച്ചു നിർത്തിയ The places where COVID has made you ആത്മ stuck. മേഖല, In those spiritual ആത്മമണ്ഡലം in those spiritual ഈ realms, ദിവസങ്ങളിൽ മൂവ് ചെയ്യാൻ പോകുന്നു. today it is going to move. ഇന്ത്യൻ മുഴുവൻ അത് മൂവ് ചെയ്യുകയാണ്. All over India it is going to move. തന്റെ സഭയെ അത് മൂവ് ചെയ്യിപ്പിക്കുന്നു. His church of God it is moving. പരിശുദ്ധാത്മാവ് നിന്നെ മൂവ് ചെയ്യിപ്പിക്കുന്നു. Holy Spirit is moving. ഇന്ന് സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. Today get ready to receive. ഈ വചനം പറഞ്ഞു തുടങ്ങിക്കോ. Confess this word. ഞാൻ മൂവ് ചെയ്യാൻ, I am moving. ഞാൻ മൂവ് ചെയ്യാൻ, I am moving. I am moving.
I'm moving. I'm moving with the power of Holy Ghost. ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചലിക്കുകയാണ്. നിങ്ങളെ ഏത് പ്രതിസന്ധിയാണോ പിടിച്ചു വച്ചേക്കുന്നത്, Whatever problems are making you stuck, അതിനെ നോക്കിയിട്ട് പറയണം, look at that problem and say, I'm moving. ഞാൻ ചലിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കടബാധ്യതയെ നോക്കിയിട്ട് പ്രവചിക്കണം. To your debt you should prophesy. I am moving by the power of Holy ഞാൻ Ghost. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചലിക്കുകയാണ്. നിങ്ങളെ തടയുമെന്ന് പറയുന്ന പൈശാചിക മണ്ഡലങ്ങളെ നോക്കിയിട്ട് പറയണം, All those demonic areas which is hindering you, I am moving. ഞാൻ ചലിക്കുകയാണ്. I am moving the power of Holy Ghost. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചലിക്കുകയാണ്. Acts chapter 1 is the commandment. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം അതൊരു കൽപ്പനയാണ്. Acts chapter 2 is a movement. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം അതൊരു ചലനമാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ ഞാൻ ഒരു കമാൻഡ്മെന്റ് കണ്ടു. In Acts chapter 1 I saw a commandment. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഞാൻ ഒരു മൂവ്മെന്റ് കണ്ടു. In Acts chapter 2 I saw a movement. ഇന്ന് പകൽ ഇവിടെ സംഭവിക്കുകയാണ്. Today that is happening here. കരങ്ങൾ ഉയർത്തിപ്പിടിക്കും. Raise your hands. Yeshua, Yeshua, ഈ വചനത്തെ ഞാൻ എന്റെ മക്കളിലേക്ക് ഇന്ന് റിലീസ് ചെയ്യും. ഈ കുടുംബത്തിലേക്ക് ഞാനിത് റിലീസ് ചെയ്യും. ഈ ഭവനം മൂവ് ചെയ്യാൻ തുടങ്ങും, ചലിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കുടുംബം സ്റ്റക്കായി പോയെടുത്തു പരിശുദ്ധാത്മാവ് നിങ്ങളെ മൂവ് ചെയ്യാൻ പോകും. എന്നോട് കർത്താവ് പറയുന്നത്